കറം ന്യൂസ് ടുഡേയിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. KM Trading Flexi Carnival. You could win a brand new Lancer GLX 2000cc. Flexi, life easy. മുൻകൂർ ജാമ്യത്തിനായി പി ജയരാജൻ വീണ്ടും കോടതിയിൽ. UAPA ചുമത്തിയതിനെതിരെ പ്രതിഷേധിച്ച് ലീഗും. പിന്നിൽ കോൺഗ്രസ് BJP ഗൂഢാലോചനയെന്ന് CPIM. TP വധഗൂഢാലോചന കേസ് CBIക്ക് വിടാൻ മുഖ്യമന്ത്രി പിന്തുണ അറിയിച്ചെന്ന് KK രമ. രോഹിത് വെമുലയുടെ ആത്മഹത്യയിൽ ജുഡീഷ്യൽ അന്വേഷണം. പ്രതികരണം കേവലം അനുശോചനത്തിൽ ഒതുക്കി നരേന്ദ്രമോദി. ലക്നൌ സർവകലാശാലയിൽ മോദിക്കെതിരെ പ്രതിഷേധം. BC-ക്കെതിരെ നടപടിയെടുക്കാതെ പിന്നോട്ടില്ല എന്ന് ഹൈദരാബാദിലെ വിദ്യാർത്ഥികൾ. ദില്ലിയിൽ NSU പ്രതിഷേധം സംഘർഷഭരിതം. നിയമ നടപടികളോട് സഹകരിക്കാതിരുന്ന ലാവലിൻ കമ്പനി ഒടുവിൽ ഹൈക്കോടതിയിൽ. കരിമ്പട്ടികയിൽപ്പെടുത്താനുള്ള സർക്കാർ നീക്കം തടയണം എന്ന ആവശ്യം. നടപടിക്ക് മുൻപ് കോടതിയുടെ അനുമതി വാങ്ങാൻ സർക്കാരിന് നിർദ്ദേശം. കമ്പനി ആവശ്യപ്പെട്ട രേഖകൾ 4 ആഴ്ചക്കകം കൈമാറണം. വിളപ്പിൽശാല മാലിന്യ സംസ്കരണ പ്ലാന്റ് മാറ്റി സ്ഥാപിക്കണമെന്ന് സുപ്രീം കോടതി. ഹരിത ട്രിബ്യൂണൽ വിധി ശരിവച്ചു. ഭൂമി പഴയപടിയാക്കണം. എൻഡോസൾഫാൻ ഇരകൾക്ക് നഷ്ടപരിഹാരം നൽകാത്തതിന് സംസ്ഥാനത്തിന് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ വിമർശനം. മൃണാളിനി സാരാഭായിയുടെ നിര്യാണത്തിൽ പ്രധാനമന്ത്രി അനുശോചിക്കാത്തതിനെതിരെ മകൾ മല്ലിക. തന്നോടുള്ള വൈരാഗ്യം മൂലം മൃണാളിനിയെ മറന്നത് നാണക്കേട്. രാജ്യത്ത് അഭിപ്രായ സ്വാതന്ത്ര്യം എന്നത് തമാശയായി മാറിയെന്ന് കരൺ ജോഹർ. കതിരൂർ മനോജ് വധക്കേസിൽ പി ജയരാജൻ വീണ്ടും മുൻകൂർ ജാമ്യാപേക്ഷ നൽകി. രാഷ്ട്രീയ പ്രേരിതമായി കേസെടുത്തുവെന്ന് ആരോപിച്ചാണ് മുൻകൂർ ജാമ്യാപേക്ഷ. പി ജയരാജനെതിരെ UAPA ചുമത്തിയതിനെതിരെ മുസ്ലിം ലീഗ് രംഗത്തെത്തി. വൈകിട്ട് 3 മണിയോടെയാണ് പി ജയരാജന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തലശ്ശേരി സെഷൻസ് കോടതിയിൽ സമർപ്പിച്ചത്. കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്നതടക്കമുള്ള മുൻ നിലപാടുകൾ പി ജയരാജൻ ആവർത്തിക്കുന്നു. CBI 3 ദിവസത്തിനുള്ളിൽ തനിക്കെതിരെ ഇത്രയും തെളിവുകൾ ശേഖരിച്ചു എന്ന് പറയുന്നത് അസംബന്ധമാണ്. വിക്രമൻ തന്റെ ഡ്രൈവറാണെന്ന CBIയുടെ കണ്ടെത്തൽ തെറ്റാണെന്നും വിക്രമന് ലൈസൻസ് പോലുമില്ലെന്നും പി ജയരാജൻ മുൻകൂർ ജാമ്യാപേക്ഷയിൽ പറയുന്നു. അതേസമയം കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗിന്റെ ഇടപെടലാണ് പി ജയരാജനെ പ്രതി ചേർത്തതിന് പിന്നിലെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം പിണറായി വിജയൻ പറഞ്ഞു. CBI കേസ് ഏറ്റെടുത്തത്, ഇപ്പോൾ അറസ്റ്റ് നടന്നത്, അതെല്ലാം രാജ്നാഥ് സിംഗിൻ്റെ ഇടപെടലിൻ്റെ ഭാഗമായിട്ടാണ് എന്നിപ്പോൾ അവർ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട്. CBI നടപടി പ്രതിഷേധാർഹമാണെന്നും CPIMനെതിരെയുള്ള RSS കോൺഗ്രസ് ഗൂഢാലോചനയുടെ ഒടുവിലത്തെ ഉദാഹരണമാണിതെന്നും VS അച്യുതാനന്ദൻ പറഞ്ഞു. 3 ദിവസം മുമ്പ് വരെ പി ജയരാജൻ പ്രതിയല്ലെന്ന് പറഞ്ഞ CBI പെട്ടെന്ന് മലക്കം പറഞ്ഞതിൽ ദുരൂഹതയുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. UAPA ചുമത്തിയത് അംഗീകരിക്കാനാകില്ലെന്നും മുസ്ലിം ലീഗ് കരിനിയമങ്ങൾക്ക് എതിരാണെന്നും മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയും പറഞ്ഞു. കരിനിയമങ്ങൾക്ക് ഞങ്ങൾ അഖിലേന്ത്യാ അടിസ്ഥാനത്തിൽ തന്നെ എതിരാണ് എന്നുള്ളത് അതിൻ്റെ താത്വികമായ വശത്തെക്കുറിച്ച് പറഞ്ഞു. പിന്നെ ഓരോ കേസ് ഡിസ്കസ് ചെയ്യുമ്പോൾ അത് വേറെ തന്നെ ഡിസ്കസ് ചെയ്യേണ്ടി വരും. CBIയുടെ നീക്കങ്ങളെ രാഷ്ട്രീയമായും നിയമപരമായും നേരിടാനുള്ള എല്ലാ തയ്യാറെടുപ്പുകളും കണ്ണൂരിൽ CPIM പൂർത്തിയാക്കി കഴിഞ്ഞു. അറസ്റ്റ് ഒഴിവാക്കാനായിരിക്കും CPIM മുൻഗണന നൽകുക. ക്യാമറാമാൻ ലിമേഷ് ചെറുവഴിക്കൊപ്പം യദുനാരായണൻ, റിപ്പോർട്ടർ, കണ്ണൂർ. ഈ വിഷയത്തിൽ ശ്രീ N ഷംസീർ CPIM, ശ്രീ K സുരേന്ദ്രൻ കണ്ണൂർ DCC പ്രസിഡന്റ്, ശ്രീ PK ഫിറോസ് മുസ്ലിം ലീഗ്, ശ്രീ BV രാജേഷ് BJP സംസ്ഥാന സെക്രട്ടറി എന്നിവരാണ് ചർച്ചയിൽ. ആദ്യം ശ്രീ N ഷംസീർ. UAPA 19, 18 വകുപ്പുകൾ പ്രകാരം പി ജയരാജനെതിരെ കേസെടുത്തിരിക്കുകയാണ്. മുൻപ് 2 തവണ മുൻകൂർ ജാമ്യത്തിന് ശ്രമിച്ചു, 2 തവണയും തള്ളി. മൂന്നാമതും മുൻകൂർ ജാമ്യത്തിന് ശ്രമിക്കുന്നത് എന്തിനാണ്? UAPAയുടെ ഈ വകുപ്പുകൾ പ്രകാരം കേസെടുത്താൽ CRPC 438ന്റെ പരിരക്ഷ കിട്ടില്ല, മുൻകൂർ ജാമ്യം കിട്ടില്ല എന്ന് ആ നിയമം തന്നെ പറയുമ്പോൾ എന്തിനാണ് കോടതിയിൽ ഇങ്ങനെ ഒരു ശ്രമം? ഇവിടെ ഈ കേസിനകത്ത് 18-ാം തീയതി മുൻകൂർ ജാമ്യത്തിന് വേണ്ടി ജയരാജേട്ടൻ്റെ കേസെത്തിയപ്പോൾ CBIയുടെ കൗൺസിൽ കൃഷ്ണകുമാർ പറഞ്ഞത് ഹീസ് നോട്ട് എൻ അക്യൂസ്ഡ്, അയാൾ പ്രതിയല്ല എന്നുള്ളതാണ്. അപ്പോൾ 3 ദിവസം കൊണ്ട് എത്രമാത്രം തെളിവാണ് ഇദ്ദേഹം കണ്ടെത്തിയത് എന്ന് CBI പറയേണ്ടതുണ്ട്. അതുമാത്രമല്ല, ഈ കേസിനകത്ത് UAPA നിൽക്കുമോ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ടതുണ്ട്. ഇതൊരു പൊളിറ്റിക്കൽ മർഡർ മാത്രമാണ്. UAPA എന്ന കേസെടുക്കാൻ മാത്രമുള്ള ഗ്രാവിറ്റി കേസിലുണ്ടോ? UAPA യഥാർത്ഥത്തിൽ രാജ്യദ്രോഹത്തിനെതിരെ എടുക്കേണ്ട കേസാണ്. രാജ്യദ്രോഹ പ്രവർത്തനങ്ങൾ ഏർപ്പെടുന്നവർക്കെതിരെ. അതിൽ ഈ സുരേന്ദ്രൻ്റെ പാർട്ടിക്കും ഫിറോസിനും അതിൽ പങ്കുണ്ട്. CPIMനെ താൽക്കാലികമായി ഒന്ന് ക്ഷീണിപ്പിക്കുന്ന ഉദ്ദേശമായിരുന്നു അവർ ലക്ഷ്യം വെച്ചതെങ്കിൽ അതിലവിടെ നിരാശപ്പെടേണ്ടി വന്നു. ഇവിടെ UAPA എന്ന കരിനിയമം എടുക്കാൻ മാത്രമുള്ള ഭീകരത ഈ മർഡറിനുണ്ടോ? അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ലീഗുകാർ CPIMകാരെ കൊന്നപ്പോൾ എടുത്തില്ല? പാലക്കാട്ടെ മണ്ണാർക്കാട്ട്, അതുപോലെ കാസർകോട്ടെ മനോജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടപ്പോൾ എന്തുകൊണ്ട് എടുത്തില്ല? സുരേന്ദ്രൻ്റെ പാർട്ടിയും മറുപടി പറയേണ്ടതുണ്ട്.
ഇവിടെ പൊളിറ്റിക്കൽ മർഡർ അവസാനിക്കണം, അതിൽ ആർക്കും തർക്കമില്ല, ഞങ്ങളതിൻ്റെ പക്ഷത്ത് തന്നെയാണ്. പക്ഷേ വേട്ടയാടപ്പെട്ട പാർട്ടിയാണ് CPM. ആ വേട്ടയാടപ്പെട്ട പാർട്ടി അതിൻ്റെ ജില്ലാ സെക്രട്ടറി P. ജയരാജനെതിരെ ഈ കേസെടുത്തപ്പോൾ സ്വാഭാവികമായും ഒരു ലീഗൽ ബാറ്റിൽ അത് നിലനിൽക്കും. ഞങ്ങൾ ആ നിലയിൽ തന്നെ ഫൈറ്റ് ചെയ്യും. കാരണം ഇത് കോടതിയിലെ ജഡ്ജി ഉൾപ്പെടെ പറ്റിച്ചിരിക്കുകയാണ്. ജഡ്ജിയോട് എന്താ പറഞ്ഞത്? ഇവിടെ കേസിൽ ഇദ്ദേഹം പ്രതിയല്ല എന്നുള്ളതാണ്. അപ്പോൾ ഒരു ഡിസ്ട്രിക്ട് ജഡ്ജ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ അവകാശത്തെ പോലും അദ്ദേഹത്തെ പോലും കബളിപ്പിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ പ്രതികർത്തിരിക്കുന്നത്. പിന്നെ നീതിന്യായ കോടതികളാണ്. നീതിയും ന്യായവും നടപ്പിലാക്കേണ്ട ബാധ്യത കോടതിക്കുണ്ട്. അതുകൊണ്ട് കോടതിയെ ബഹുമാനിക്കുന്ന ഒരു പാർട്ടി എന്ന നിലയിൽ നീതിന്യായ വ്യക്തമാണ്. അതുകൊണ്ട് കോടതിയിൽ കെ സുരേന്ദ്രൻ വി എസ് അച്യുതാനന്ദൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത് കോൺഗ്രസ് BJP ഗൂഢാലോചന ഇതിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. നമുക്കറിയാവുന്നതുപോലെ കണ്ണൂരിലും കേരളത്തിലും പല രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. പക്ഷേ UAPA നിയമം ചുമത്തുക, ജാമ്യം ലഭിക്കാത്ത ഡ്രാക്കോണിയൻ നിയമം എന്ന ആക്ഷേപമുള്ള UAPA നിയമം ഒരു രാഷ്ട്രീയ കൊലപാതക കേസിൽ ചുമത്തുക എന്നുള്ളത് തന്നെ അസ്വാഭാവികമാണ്. ഇവിടെ P. ജയരാജൻ എന്ന നേതാവിനെ ഫ്രെയിം ചെയ്യാൻ വേണ്ടി, P. ജയരാജൻ എന്ന നേതാവിനെ എല്ലാ തരത്തിലും നിസ്തേജനാക്കാൻ വേണ്ടി കോൺഗ്രസും BJPയും ഒത്തുകളിച്ചോ? ഇവിടെ ഇന്നിപ്പോൾ ലീഗ് തന്നെ UAPയെ കുറിച്ച് ആക്ഷേപം ഉന്നയിക്കുന്നു. ഇവിടെ ഈ വിഷയത്തിൻ്റെ അകത്ത് ജയരാജൻ്റെ കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ കോൺഗ്രസിന് ഒരു ഒളിച്ചു കളിയും ഈ വിഷയത്തിനകത്തില്ല. കോൺഗ്രസും BJPയും തമ്മിൽ എങ്ങനെയാണ് ഈ വിഷയത്തിൽ ധാരണയാകുന്നത്? ജയരാജൻ്റെ കേസിനകത്ത് BJPയും CBIയും തമ്മിൽ ഒരു ധാരണയുണ്ടായോ എന്ന് നിരവധി സാഹചര്യ തെളിവുകൾ ചൂണ്ടിക്കാണിക്കുന്നു എന്ന് പറയാതെ വയ്യ. ഈ കേസുമായി ബന്ധപ്പെട്ട കതിരൂർ മനോജ് കേസുമായി ബന്ധപ്പെട്ട പയ്യന്നൂരിലെ മധുസൂദൻ ഉൾപ്പെടെയുള്ള ആളുകളുടെ കേസെടുത്ത നടപടിയും ജാമ്യം ലഭ്യമായതും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഇതിനകത്ത് ചില സംശയങ്ങൾ പൊതുസമൂഹം ചിന്തിക്കും എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. CBI കേസെടുത്ത് അന്വേഷിക്കുമ്പോഴല്ലോ, ഈ കേസ് സംസ്ഥാന സർക്കാരിന്റെ ആഭ്യന്തര വകുപ്പിന് കീഴിലുള്ള ക്രൈംബ്രാഞ്ച് അന്വേഷിക്കുമ്പോഴാണ് UAPA ചുമത്തുന്നത്. CBIക്ക് വിടാനുള്ള കളം ഒരുക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. ഇവിടെ UAPA ചുമത്തിയതിന്റെ സമാധാനം സ്വാഭാവികമായും ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന പാർട്ടി പറയണമല്ലോ. അതെ, അത് കറക്റ്റ് ചോദ്യമാണ്. UAPA ചുമത്താനുണ്ടായ കാരണം എന്താ? നമുക്കറിയാം, കണ്ണൂരിൽ നിരവധി കൊലപാതക പരമ്പര നടന്നൊരു ജില്ലയാണ് കണ്ണൂർ ജില്ല. കണ്ണൂർ ജില്ല ഓരോ കൊലപാതകങ്ങൾ നടക്കുമ്പോഴും ആ കൊലപാതകത്തിന്റെ പിന്നിൽ ആരാണ് പ്രവർത്തിച്ചത് എന്നതിനെപ്പറ്റി ആർക്കും അറിയില്ല. ഓരോ കൊലപാതകങ്ങൾ നടക്കുന്നു, ആ കൊലപാതകത്തിന്റെ പോലീസ് കേസെടുക്കുന്നു, യഥാർത്ഥ പ്രതികൾ അറസ്റ്റിലാവുന്നില്ല, പാർട്ടി നേതാക്കന്മാർ പ്രതികളെ കൊടുക്കുന്നു, അവരൊഴിവാകുന്നു. അങ്ങനെയാണ് UDF ഗവൺമെന്റിൽ ആഭ്യന്തരമന്ത്രിയായിരുന്ന ശ്രീ തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ ഇതിന്റെ യഥാർത്ഥ പ്രതികളെ കിട്ടണം, കോൺസ്പിറൻസി എന്ന നിലയിൽ ഇതിന്റെ പിന്നാമ്പുറം ആരാണ്, അവരെ കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ കണ്ണൂർ ജില്ലയിലെ കൊലപാതക രാഷ്ട്രീയത്തിന് അവസാനമുണ്ടാകൂ എന്ന ഒരു തിരിച്ചറിവിന്റെ അടിസ്ഥാനത്തിലാണ് കോൺസ്പിറസി ആംഗിൾ കണ്ടുപിടിക്കാനുള്ള നിയമമല്ലല്ലോ UAPA. ദേശദ്രോഹ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എങ്കിൽ, തീവ്രവാദം വർദ്ധിച്ചു വരുന്ന പശ്ചാത്തലത്തിൽ കേന്ദ്ര സർക്കാർ രൂപം കൊടുത്ത ഒരു കേന്ദ്ര നിയമമാണ്. ആ നിയമത്തെക്കുറിച്ച് ആക്ഷേപമുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഗൂഢാലോചന രാഷ്ട്രീയ നേതൃത്വം നടത്തുന്നുണ്ടെങ്കിൽ നിശ്ചയമായും കണ്ടുപിടിക്കണം. പക്ഷേ അങ്ങനെയുള്ള ഗൂഢാലോചന കണ്ടുപിടിക്കാനുള്ള നിയമമല്ല ഇത് എന്ന് മാത്രമല്ല, UAPA 15 ചുമത്തിയതിൻ്റെ ന്യായം പറഞ്ഞത് ഇവിടെ ബോംബെറിഞ്ഞ് ഭീകരാന്തരീക്ഷം ഉണ്ടാക്കിയാണ് മനോജിനെ വെട്ടിയത് എന്നുള്ളതാണ്. ശരിയാണ്. പക്ഷേ അതുപോലെ ബോംബെറിഞ്ഞ് ഭീകരാന്തരീക്ഷം ഉണ്ടാക്കി വെട്ടിക്കൊന്ന അനേകം സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ ഉണ്ട് എന്നിരിക്കെ ഇവിടെ UAPA ചുമത്തുമ്പോഴാണ് ഈ സംശയം വരുന്നത്. UAPA ഈ കേസിൽ മാത്രമല്ല, ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് ഭരിക്കുമ്പോൾ ആ ഗവൺമെന്റ് കാലത്ത് ആഭ്യന്തരമന്ത്രിയായിരുന്ന കോടിയേരി ബാലകൃഷ്ണന്റെ കാലഘട്ടത്തിൽ പാനായിക്കുളം കേസിൽ പ്രസംഗിച്ചു എന്നതിന്റെ പേരിൽ പാനായിക്കുളം കേസിൽ UAPA ചുമത്തിയിട്ടുണ്ട്. ഒന്ന്, ജോസഫ് മാഷയുടെ കൈവെട്ടിയ കേസിൽ UAPA ആണ്. എത്രയോ നിരവധി കേസുകൾ UAPA ഇടതുപക്ഷ മുന്നണി ഗവൺമെന്റ് കാലത്ത് ചുമത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം മറന്നു പോകരുത് നമ്മൾ. UAPA ചുമത്താനുണ്ടായ ഒരു വിഷയം നമുക്കിത് അവസാനിപ്പിക്കണ്ടേ? കണ്ണൂർ ജില്ലയിലെ കൊലപാതക രാഷ്ട്രീയം അവസാനിപ്പിക്കണ്ടേ? ഈ കൊലപാതകത്തിന് ആരാണ് ഒത്താശ ചെയ്യുന്നത്? ബോംബെറിയുക, ഭീതി ഉണ്ടാക്കുക, നാട്ടിലാകെ അരാജകത്വം ഉണ്ടാക്കുക, അവിടെ വെട്ടി നുറുക്കി കൊല്ലുക. മനുഷ്യനെ വെട്ടി നുറുക്കി കൊല്ലുന്നത് അവസാനിപ്പിക്കാൻ മറ്റൊന്ന് മാർഗമാണ്.
ഇത് ഒരു തുടർക്കഥ പോലെ കണ്ണൂർ ജില്ലയിൽ വന്നപ്പോൾ ഇതിനകത്ത് UAPA ചുമത്തി ഇതിന്റെ അകത്ത് യഥാർത്ഥ കക്ഷികൾ ആരാണ് ആയിക്കൊള്ളട്ടെ ശ്രീ കെ സുരേന്ദ്രൻ, ശേഷം സംസ്ഥാനത്ത് എത്ര രാഷ്ട്രീയ കൊലപാതകങ്ങൾ ഉണ്ടായി എന്നതിന്റെ കണക്ക് നമുക്കറിയാമല്ലോ. അവിടെ ഒന്നും ഈ നിയമം ചുമത്തപ്പെടുന്നില്ല. ഒരു നിമിഷം തുടരുക. ശ്രീ PK ഫിറോസ്, ഇക്കാര്യത്തിൽ ലീഗ് മുൻപ് ഈ കേസ് എടുക്കപ്പെട്ട സന്ദർഭത്തിൽ തന്നെ അഭിപ്രായം പറഞ്ഞിരുന്നു. ഇവിടെ P ജയരാജനെ ഭാഗികമായി പിന്തുണയ്ക്കുന്നു എന്ന് പറയേണ്ടി വരും. UAPA ഈ കേസിൽ വന്നത് തെറ്റാണ് എന്ന് ലീഗ് കാണുന്നു. എന്തടിസ്ഥാനത്തിൽ? P ജയരാജനെ ഭാഗികമായല്ല, 1% പോലും പിന്തുണയ്ക്കുന്നില്ല. ഈ കേസ് UAPയുടെ മെറിറ്റുമായി ബന്ധപ്പെട്ടാണ് ലീഗിൻ്റെ അഭിപ്രായം. അപ്പോൾ P ജയരാജൻ കണ്ണൂരിൽ നടക്കുന്ന രാഷ്ട്രീയ കൊലപാതകങ്ങളിലൊക്കെ പങ്കുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ്. അതിൻ്റെ ഗൂഢാലോചന എത്രമാത്രം തെളിയിക്കാൻ സാധിച്ചോ ഇല്ലയോ എന്നുള്ളത് മറ്റൊരു കാര്യം. ഈ രാഷ്ട്രീയ കൊലപാതകമാണെങ്കിലും അതുപോലെ നേരത്തെ UAPA ചുമത്തിയ തൊടുപുഴയിലെ ജോസഫ് മാഷിൻ്റെ കൈവെട്ടിയ പോപ്പുലർ ഫ്രണ്ടിൻ്റെ പ്രവർത്തകരാണെങ്കിലും അതുപോലെ പാനായിക്കുളം കേസിലെ പ്രതികളാണെങ്കിലും നിയമത്തിൻ്റെ മുന്നിൽ വന്ന് അവർക്കൊക്കെ അർഹമായ ശിക്ഷ ലഭിക്കണമെന്ന കാര്യത്തിൽ മുസ്ലിം ലീഗിന് ഒരു അഭിപ്രായ വ്യത്യാസവും ഇല്ല. അവർക്കൊക്കെ അർഹമായ ശിക്ഷ ലഭിക്കണം. പക്ഷേ ഇവിടെ UAPA എന്ന് പറയുന്ന നിയമം അത് കരി നിയമമാണ്. അതിൻ്റെ ദുരുപയോഗമല്ല, അതിൻ്റെ ഉപയോഗം തന്നെ മനുഷ്യാവകാശ ലംഘനമാണ്. ഭരണഘടന ഒരു പൗരന് നൽകുന്ന അവകാശങ്ങൾക്ക് ലംഘനമാണെന്ന് ലീഗ് വിശ്വസിക്കുന്നു. അതുകൊണ്ടാണ് ലീഗ് UAPA പിൻവലിക്കണമെന്നും നേരത്തെ ഹുബ്ലി കേസിലടക്കം 7 വർഷം തടവിൽ കഴിഞ്ഞ പ്രതികളാണ് കോടതി പിന്നീട് നിരപരാധികളാണെന്ന് പുറത്തുവിട്ടത്. അപ്പോഴാണ് ലീഗ് പറഞ്ഞത് അവർക്ക് അർഹമായ കോമ്പൻസേഷൻ നൽകണം, ഈ കരിനിയമം ഈ നിയമം തന്നെ പിൻവലിക്കണം എന്ന ഒരു നിലപാടിലേക്ക് ലീഗ് എത്തിയത്. മറ്റൊരു കാര്യം, ഈ UAPA എങ്ങനെയാണ് വന്നതെന്ന് നമുക്കറിയാം. കണ്ണൂരിലെ രാഷ്ട്രീയ കൊലപാതകങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലും ബോംബ് സ്ഫോടനമോ കണ്ടല്ല UAPA ഇന്ത്യയിൽ കൊണ്ടുവന്നത്. 2004 പോട്ട പിൻവലിക്കുന്ന ഒരു ഘട്ടത്തിൽ പോട്ട പിൻവലിക്കുക എന്ന താല്പര്യം മുൻനിർത്തി 2004 UAPAയിൽ കുറേ അമെൻമെൻറ്റുകൾ കൊണ്ടുവന്നു. പിന്നീട് 2008 ബോംബെ ടെററിസ്റ്റ് അറ്റാക്ക് ഉണ്ടായപ്പോൾ രാജ്യം മുഴുവനും വികാരഭരിതമായി ആ ഭീകരവാദികളെ ഒരു നിലക്കും നിയമത്തിൻ്റെ പഴുതുപയോഗിച്ച് രക്ഷപ്പെടാൻ പാടില്ല എന്നൊരു താല്പര്യം മുൻനിർത്തിയാണ് 2008 ഈ UAPA വീണ്ടും അമെൻമെൻറ്റുകൾ കൊണ്ടുവന്ന് കർശനമാക്കിയത്. അപ്പോൾ ഈ നിയമം ഉണ്ടാക്കുമ്പോൾ ഈ നിയമം ഉണ്ടാക്കുന്ന ആളുടെ മനസ്സിൽ എന്താണുള്ളത്? ഈ പാകിസ്ഥാൻ ഭീകരവാദികൾ ഉൾപ്പെടെയുള്ള രാജ്യദ്രോഹികളെയാണ് മനസ്സിൽ കണ്ടത്. പക്ഷേ അങ്ങനെ ഉണ്ടാക്കിയ ഒരു നിയമം നമ്മുടെ നാട്ടിലെ സാധാരണ ഉണ്ടാകുന്ന കൊലപാതകങ്ങളിൽ പോലും ഉപയോഗപ്പെടുത്തുന്ന ഒരു ഘട്ടം വന്നു. മാത്രമല്ല, നിരപരാധികളുടെ മേൽ ഈ പനായിക്കുളം കേസ് മാത്രമല്ല, വിനായക് സന്നിനെ പോലെയുള്ള നിരവധി ആളുകൾ നമുക്കറിയാം. ഈ സിനിമ തീർച്ചയായും അതിനെ എതിർക്കുന്നു. തുടരുക ശ്രീ PK ഫിറോസ്, ദയവായി തുടരുക. ശ്രീ VV രാജേഷ്, ഇത് പൂർണ്ണമായും BJP RSS രാഷ്ട്രീയമായി ആസൂത്രണം ചെയ്യുന്ന പദ്ധതിയാണ് എന്നുള്ളതാണ് ഇവിടെ കോൺഗ്രസ് പോലും കാണുന്നത്. BJPയുടെ സംസ്ഥാന പ്രസിഡന്റിന്റെ ജാഥ കണ്ണൂരിലെത്തുമ്പോൾ CPIMന്റെ ജില്ലാ സെക്രട്ടറി P ജയരാജൻ പ്രതിയാകുന്നു. ഈ ജയരാജനെ 99 വീട്ടിൽ കയറി വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചതാണ്. അന്ന് നേരിയ വ്യത്യാസത്തിന് P ജയരാജൻ രക്ഷപ്പെടുന്നു. P ജയരാജനെ ഒരു തരത്തിലും സമ്മതിക്കില്ല എന്നുള്ള തരത്തിൽ BJPയുടെ രാഷ്ട്രീയമായ അജണ്ട CBI എന്ന കേന്ദ്ര അന്വേഷണ ഏജൻസിയെ ഉപയോഗിച്ച് നടപ്പാക്കുകയാണോ? അതിന് കുറച്ചുകൂടി വോളിയം വേണം എനിക്ക്. മാത്രമല്ല, ഞാൻ സംസാരിക്കുന്നത് അതുപോലെ തന്നെ തിരിച്ച് കേൾക്കുന്നുണ്ട്. അതും കൂടെ ഒന്ന് കറക്റ്റ് തന്നായിരുന്നു. ഇവിടെ ഞാൻ ഒരു കാര്യം ചർച്ചയുടെ തുടക്കത്തിൽ നിന്ന് പറയാം, രാജ്. ഒരു കാരണവശാലും CBIയുടെ എന്നല്ല ഏത് ഏജൻസിയുടെയും പരിധിയിൽ BJPയോ ഞങ്ങളുടെ നേതാക്കന്മാരോ ഇടപെടുന്നില്ല. ഈ കേസ് CBI അന്വേഷിക്കുന്നത് വളരെ ആയിട്ടാണ്. ഇവിടെ UAPA ചുമത്തിയത് ഉൾപ്പെടെ കാര്യങ്ങൾ ചെയ്തത് കേരള പോലീസാണ്. ഈ കേസ് CBIക്ക് വിടാൻ തീരുമാനിച്ചത് കേരള ഗവൺമെന്റാണ്. ഇപ്പൊ അഭിലാഷ് ചോദിച്ചു, BJP സംസ്ഥാന പ്രസിഡന്റ് ജാഥ കടന്നുപോയ ഉടൻ തന്നെ ജയരാജനെ പ്രതിയാക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഉമ്മൻചാണ്ടി BJP സംസ്ഥാന പ്രസിഡന്റ് ആവുമെന്നും ജാഥ നയിക്കുമെന്ന് അറിഞ്ഞാണോ മനോജിനെ കൊലപ്പെടുത്തിയത്? അങ്ങനെയല്ല. CPI ഇപ്പൊ ചെയ്യേണ്ടത് ആ പാർട്ടി സംവിധാനത്തെ ആദരിക്കുന്നുവെന്ന് ഷംസീർ പറഞ്ഞ സ്ഥിതിക്ക് ഈ വിചാരണ നേരിടുകയാണ് ചെയ്യേണ്ടത്. ഷംസീറിനോട് ഒരു കാര്യം ശരി, അതാണ് രാജേഷിനെ ഒന്നുകൂടി കട്ട് ചെയ്ത് വിളിക്കാം, ശബ്ദം വ്യക്തമാകുന്നില്ല. ശ്രീ AN ഷംസീർ, ഇന്ന് വൈകുന്നേരം കണ്ണൂർ ജില്ലയിൽ വ്യാപകമായ രാഷ്ട്രീയ പരിപാടികൾ ഇതുമായി ബന്ധപ്പെട്ട് P ജയരാജനെ പ്രതി ചേർത്തതുമായി ബന്ധപ്പെട്ട് CPIM സംഘടിപ്പിക്കുകയുണ്ടായി.
ആകെ കലുഷിതമായ അന്തരീക്ഷമുണ്ട് എന്ന് ഇന്റലിജൻസ് സംവിധാനം കാണുകയും ചെയ്യുന്നു. എന്തിനാണ് അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാക്കുന്നത്? SNC ലാവ്ലിൻ കേസിൽ CPIM എടുത്ത സമീപനമുണ്ടല്ലോ, ഞങ്ങൾ ഇക്കാര്യത്തിൽ അനാവശ്യമായ ചർച്ചയ്ക്കില്ല എന്ന സമീപനം. എന്തുകൊണ്ടാണ് ഈ കേസിൻ്റെ കാര്യത്തിൽ അങ്ങനെ ഒരു സമീപനം സ്വീകരിക്കാത്തത്? ഇവിടെ UAPA ചുമത്തപ്പെട്ട പയ്യന്നൂർ ഏരിയ സെക്രട്ടറി TI മധുസൂദനൻ അടക്കമുള്ള ആളുകൾ കോടതിയിലെത്തുകയും അവർക്ക് UAPA ചുമത്താനുള്ള മെറിറ്റില്ല എന്ന് കോടതി കണ്ടെത്തുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ജാമ്യം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇക്കാര്യത്തിൽ P. ജയരാജൻ്റെ കാര്യത്തിലും നിങ്ങൾക്ക് അതേ പ്രതീക്ഷയുണ്ടെങ്കിൽ അതേ നിയമ പോരാട്ടം നടത്താം. അക്കാര്യത്തിൽ ആരും ആക്ഷേപം പറയില്ല. പക്ഷേ വല്ലാതെ പരിഭ്രമിച്ചതുപോലെയുള്ള പ്രകടനങ്ങൾ ആവശ്യമുണ്ടോ? ഇവിടെ ഞാൻ ചോദിക്കുന്നു, അഭിലാഷ്, ഞങ്ങൾ എന്ത് ചെയ്യണം? ഞങ്ങൾ രാമനാമം ജപിച്ചിരിക്കണോ? രാമനാമം ജപിച്ചിരിക്കാൻ ഞങ്ങളെ പറ്റില്ല. ജനാധിപത്യ രാജ്യത്തിനകത്ത് പ്രതിഷേധിക്കാൻ ഏതൊരു പാർട്ടിക്കും അവകാശമുണ്ട്. അതിൻ്റെ ഭാഗമായി ഞങ്ങൾ ഇന്ന് പ്രതിഷേധം സംഘടിപ്പിച്ചു. ജില്ലയിലെ 18 കേന്ദ്രങ്ങളിൽ ആയിരക്കണക്കിന് ആളുകൾ തെരുവിലിറങ്ങിക്കൊണ്ട് പ്രതിഷേധം രേഖപ്പെടുത്തി. എവിടെയെങ്കിലും എന്തെങ്കിലും ഉണ്ടായോ? അപ്പോൾ ഒരു പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിക്കെതിരെ കേസെടുത്താൽ, കള്ളക്കേസ് പെടുത്തിയാൽ, ആ കള്ളക്കേസിനകത്ത് പ്രതിഷേധിക്കാൻ പോലും ഞങ്ങൾക്ക് അവകാശമില്ല എന്ന് പറയുമ്പോൾ അത് ജനാധിപത്യ വിരുദ്ധമാണ്. അത്തരമൊരു ചോദ്യം തന്നെ അഭിലാഷ് ചോദിക്കാൻ പാടില്ലായിരുന്നു. പിന്നെ രണ്ടാമതിവിടെ സൂചിപ്പിച്ചു സുരേന്ദ്രൻ കൈവെട്ട് കേസിനെ കുറിച്ചൊക്കെ. കൈവെട്ട് കേസും ഈ കൊലപാതകം ഒരുപോലെയാണോ? രാജ്യദ്രോഹ പ്രവർത്തനം, ഒരു അധ്യാപകന്റെ കൈവെട്ടിയെടുത്ത് ഒരു മതത്തിന്റെ പേരിൽ ഭീകരപ്രവർത്തനം നടത്തുന്നതും ഈ കൊലപാതകം ഒരുപോലെ എങ്ങനെയാണ് കാണാൻ സുരേന്ദ്രന് സാധിക്കുന്നത്? അപ്പോൾ സുരേന്ദ്രന്റെ പാർട്ടി ലക്ഷ്യം വെക്കുന്നത് CPM-നെ തളച്ചിടാൻ എന്താണ് മാർഗം? അതിന്റെ ഭാഗമാണ് UAPA കേസ് എടുത്തിരിക്കുന്നത്. UAPA കേസ് കൊലപാതകം അവസാനിപ്പിക്കാനാണെങ്കിൽ എന്തുകൊണ്ട് ഹനീഫ കൊല്ലപ്പെട്ടപ്പോൾ എടുത്തില്ല? ചാവക്കാട്ട ഹനീഫയെ കൊന്നല്ലോ നിങ്ങളുടെ പാർട്ടിക്കാർ. എന്തുകൊണ്ട് അതിൽ ഗോപപ്രതാപൻ പ്രതിയായില്ല? എന്തുകൊണ്ട് CN ബാലകൃഷ്ണൻ പ്രതിയായില്ല? എന്തുകൊണ്ട് മധു ഈശ്വരത്ത് കൊന്നപ്പോൾ കേസെടുത്തില്ല? എന്തുകൊണ്ട് ഈ പറയുന്ന ലാൽജി കൊള്ളനൂർ കൊല്ലപ്പെട്ടപ്പോൾ കേസെടുത്തില്ല? അതുപോലെ ഫിറോസിനോട് മറുപടി പറയുന്നത് കുനിൽ ഇരട്ടക്കൊല കേസ്. ആ കുനിൽ ഇരട്ടക്കൊല കേസിൽ എന്തുകൊണ്ട് PK ബഷീറിനെ പ്രതി ചേർക്കുന്നില്ല? പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ഫിറോസ്, ഈ ഒരു രാഷ്ട്രീയ സംവിധാനം മാറി വരുന്ന സാഹചര്യമാണ് കേരളത്തിലുള്ളത്. ജനങ്ങൾ ഇടതുപക്ഷത്തിൽ വിശ്വാസം അർപ്പിക്കുന്നു. ഒരു രാഷ്ട്രീയ സംവിധാനം മാറി വന്നാൽ കുനിൽ ഇരട്ടക്കൊല കേസിനകത്ത് ഉൾപ്പെടെ ഞങ്ങൾ നീതി ഉണ്ടാക്കും. PK ബഷീറിന് ഉൾപ്പെടെ കോൺസ്പിറസിക്കകത്ത് പെടുത്തും. കാരണം കോൺസ്പിറസി എന്ന് പറയുമ്പോൾ പരസ്യമായി പ്രസംഗിക്കുകയാണ് കൊല്ലുമെന്നുള്ളത്. അത്തരം ഒരു കേസിൽ കൊല്ലുമെന്ന് പ്രഖ്യാപിച്ചിട്ടാണ് കേസെടുക്കാൻ പോലും നിങ്ങൾ തയ്യാറാവാത്തത്. അപ്പോൾ ഇതിനൊക്കെ മറുപടി പറയേണ്ട ബാധ്യത ഇവിടെയുണ്ട്. ഷിബിൻ എന്ന ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടല്ലോ നാദാപുരത്ത്. ഇന്ന് 1-ാം ചരമ രക്തസാക്ഷി ദിനമാണ്. കേസെടുത്തില്ലല്ലോ നിങ്ങൾ. അപ്പോൾ ഇവിടെ ഇരട്ട നീതിയാണ്. കമ്മ്യൂണിസ്റ്റുകാർക്ക് നേരെ ഇരട്ട നീതിയാണ്. കമ്മ്യൂണിസ്റ്റ് പാർട്ടി എന്ത് അപരാധമാണ് നാടിനോട് ചെയ്തത്? കേരളത്തിന്റെ സാമൂഹിക മാറ്റത്തിൽ വലിയ പങ്കുവഹിച്ചതാണോ? അക്ഷരം അറിയാത്തവന് അക്ഷരം പഠിപ്പിച്ച സാക്ഷരതാ പ്രസ്ഥാനം കൊണ്ടുവന്നാണോ? ജനകീയ ആസൂത്രണം കൊണ്ടുവന്നാണോ ഞങ്ങൾ ചെയ്ത തെറ്റി നാടിനോട്? അല്ല, കൊലപാതകം നടത്തിയതിന്റെ പേരിൽ ഞാൻ താങ്കളിലേക്ക് മടങ്ങി വരാം. ശ്രീ K. സുരേന്ദ്രൻ, ഇവിടെ രാഷ്ട്രീയ കൊലപാതക കേസ് ഞാൻ പറയാം അഭിലാഷ്, നിലപാട് ആവശ്യമുണ്ടല്ലോ. തുടരുക ഷംസീർ. ശ്രീ K. സുരേന്ദ്രൻ, രാഷ്ട്രീയ കൊലപാതക കേസുകളിൽ ഇത്തരം നിയമങ്ങൾ ചുമത്തിയാൽ നാളെ ഭരണം മാറി വരാം. നാളത്തെ പോലീസ്, നാളത്തെ ആഭ്യന്തര വകുപ്പ് രാഷ്ട്രീയ തീരുമാനപ്രകാരം ഒരുപക്ഷെ നിങ്ങളുടെ പാർട്ടിക്കാരെയോ BJP-കാരെയോ ഒക്കെ ഇതേപോലെയുള്ള UAPA കേസുകളിൽ പെടുത്തിയേക്കാം. അതൊരു പക്ഷേ നല്ല കീഴ്വഴക്കമായി മാറില്ലല്ലോ. തീർച്ചയായും കൊലപാതകങ്ങൾ നടക്കുമ്പോൾ അത് ചെയ്ത ആളുകളെയും അത് ചെയ്യിച്ച ആളുകളെയും കണ്ടെത്തുക എന്നുള്ളത് വളരെ പ്രധാനമാണ്. പക്ഷേ രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ ഭാഗമായി കുരുക്കൊരുങ്ങുക എന്നുള്ളത് അനുവദിക്കേണ്ട കീഴ്വഴക്കമാണോ? ജയരാജന് നേരെ UAPA ചുമത്തിയത് രാഷ്ട്രീയ തീരുമാനമാണ് എന്ന് പറയുന്നത് എന്തടിസ്ഥാനത്തിലാണ്? BJP രാജ്യം ഭരിക്കുന്നു, CBI കേസ് അന്വേഷിക്കുന്നു. കോൺഗ്രസിന് എന്ത് പങ്കാളിത്തമാണ് ഈ വിഷയത്തിൽ? അല്ലല്ല, BJP ഇതിന്റെ പശ്ചാത്തലം കതിരൂർ കൊല്ലപ്പെട്ടതിന് ശേഷം ഇങ്ങനെ ഒരു രാഷ്ട്രീയ തീരുമാനമില്ലെങ്കിൽ മറ്റേത് കൊലപാതകത്തെയും പോലെയുള്ള കേസല്ലേ ഈ കൊലപാതകത്തിലും ഉണ്ടാകും. ശ്രീ K. സുരേന്ദ്രൻ, മറ്റേത് കൊലപാതകവും നോക്കൂ. ഈ മനോജ് കൊല്ലപ്പെട്ടതിന് ശേഷം എത്ര കൊലപാതകങ്ങൾ നടന്നു കണ്ണൂരിൽ? അവിടെ ചുമത്തപ്പെട്ടിട്ടില്ലല്ലോ UAPA. കണ്ണൂരിൽ ധാരാളം കൊലപാതകങ്ങൾ നടന്നിട്ടുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായ ഒരു സമീപനം അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് എന്തുകൊണ്ട് ഈ കൊലപാതകത്തിൽ ചുമത്തപ്പെട്ടു എന്നുള്ളിടത്താണ് അതൊരു രാഷ്ട്രീയ തീരുമാനമല്ലേ എന്ന സംശയം വരുന്നത്. ആ വിഷയം CPM കോടതിയിൽ ചോദ്യം ചെയ്യണം. CPM ചെയ്യേണ്ടത് ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് പോലുള്ള വിഷയം കോടതിയിൽ ചോദ്യം ചെയ്യണം. എന്തുകൊണ്ട് UAPA എടുത്തു എന്ന കാര്യം ഞാൻ പറയാം. കതിരൂർ മനോജിന്റെ കൊലപാതകത്തിന് ശേഷമാണ് 2 CPM പ്രവർത്തകന്മാർ ദാരുണമായി കൊല്ലപ്പെട്ടത്. 2 CPM പ്രവർത്തകന്മാർ RSSകാർ വെട്ടിക്കൊന്നു.
അതിൽ ഒരു കേസിൽ തന്നെ 9 പ്രതികൾ ഇപ്പോഴും ജയിലിലാണ്, മറ്റൊരു കേസിൽ 10 പ്രതികൾ ജയിലിലാണ്. ഇതെല്ലാം കണ്ണൂർ ജില്ലയിൽ നടക്കുന്ന രാഷ്ട്രീയ കൊലപാതകത്തിന് ഒരു അറുതി വരണ്ടേ? എൻ്റെ ചോദ്യം അതേ ഉള്ളൂ. ആര് കൊല ചെയ്താലും ആര് കൊല ചെയ്യിച്ചാലും കൊല ചെയ്തവനും കൊല്ലിച്ചവനും ഇതിന് അറുതി വരുത്തുന്നതിന് വേണ്ടി സമൂഹം ഒറ്റക്കെട്ടായി നിൽക്കണ്ടേ? ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവിനെതിരെ UAPA ചുമത്തി അദ്ദേഹത്തെ പീഡിപ്പിക്കുന്നതിനോട് കോൺഗ്രസിന് യോജിപ്പില്ല, വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ആ കാര്യത്തിൽ ജയരാജനോടുള്ള സമീപനം ഞങ്ങൾ കണ്ണൂരിലെ കൊലപാതക ജയരാജനോടുള്ള സമീപനം ഒന്നുകൂടി വിശദീകരിക്കണം. അദ്ദേഹം ഇപ്പോൾ UAPA കേസിലെ പ്രതിയാണ്. UAPA നിയമം അനുസരിച്ചുള്ള ഗൂഢാലോചന കേസിലെ പ്രതിയാണ്. അദ്ദേഹം ഇപ്പോൾ AKG ആശുപത്രിയിൽ ചികിത്സാർത്ഥം കഴിയുകയും ചെയ്യുന്നു. നിയമ പോരാട്ടം അവർ നടത്തുന്നുണ്ട്. CBIക്ക് ഈ കേസിലെ പ്രതിയെ നിയമാനുസൃതം അറസ്റ്റ് ചെയ്യാം. P. ജയരാജനെ ഈ ഘട്ടത്തിൽ CBI അറസ്റ്റ് ചെയ്യുന്നതിനോട് കോൺഗ്രസിന്റെ സമീപനം എന്താണ്? ജയരാജൻ CBIയുടെ കുറ്റപത്രികയിൽ ജയരാജൻ പ്രതിയാണ്. CBI അദ്ദേഹത്തെ പ്രതി ചേർത്തിരിക്കുന്നു. ഒരു പ്രതി ചേർത്തിരിക്കുന്ന ഒരാളെ അറസ്റ്റ് ചെയ്യേണ്ട ചുമതല ആർക്കാണ്? അത് പാർട്ടിക്കാണോ, രാഷ്ട്രീയ പ്രസ്ഥാനത്തിനാണോ? അല്ലല്ലോ. അല്ല, അന്വേഷണ കുറ്റപത്രത്തിന്റെ അകത്ത് പ്രതി ചേർത്ത് കഴിഞ്ഞാൽ അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാനുള്ള ബാധ്യത CBIക്കാണ്. ആരാണോ കേസ് അന്വേഷണം നടത്തുന്നത് അവരുടെ ചുമതലയാണ്. അതല്ലാതെ ഞങ്ങൾക്ക് അതിന് ആ കാര്യത്തിൽ എന്ത് പറയാൻ സാധിക്കും? ആരാണോ കേസ് എത്രയോ കേസുകൾ അന്വേഷിക്കുന്നു. ഞാൻ ചോദിക്കട്ടെ, തലശ്ശേരിയിലെ ഫസൽ കേസ്, ഫസലിനെ കൊന്നതിന് ശേഷം അവിടെ 3 ചെറുപ്പക്കാർ ദാരുണമായി കൊല്ലപ്പെട്ടില്ലേ? ആ കേസ് അന്വേഷിക്കണ്ടേ? ആ കേസ് അന്വേഷിക്കാൻ CPM ഒരുമിച്ച് നിൽക്കുമോ? ആ കേസുമായി ബന്ധപ്പെട്ട കാര്യത്തിന്റെ അകത്ത് നമുക്ക് ഒരുമിച്ച് ആ കേസ് അന്വേഷിക്കണം, ഒരു പുനരന്വേഷണം നടത്തണമെന്ന് ഞാൻ ആവശ്യപ്പെട്ടാൽ അതിന് നിൽക്കുമോ? കൊലപാതക രാഷ്ട്രീയം അവസാനിപ്പിക്കണം. ഇത് രാഷ്ട്രീയമായി അന്വേഷണ ഏജൻസിയെ കൊണ്ട് ഇങ്ങനൊരു തീരുമാനം നടപ്പാക്കിക്കുകയാണ് എന്ന ആക്ഷേപം ഒരു വശത്ത്, UAPA ഇത്തരം കേസുകളിൽ ചുമത്താൻ പാടില്ല എന്ന വിമർശനം മറുവശത്ത്. ഇങ്ങനെ നിൽക്കുന്ന സന്ദർഭത്തിൽ P. ജയരാജനെ സംബന്ധിച്ച് അദ്ദേഹത്തിന് മേൽ ചുമത്തപ്പെട്ട UAPA സംബന്ധിച്ച് കോടതിയിൽ കാര്യങ്ങൾ വ്യക്തമാക്കാമല്ലോ. അതുവരെ ഈ കേസിൽ UAPA നിൽക്കുമോ ഇല്ലയോ എന്ന് കോടതി ഇക്കാര്യത്തിലൊരു നിലപാട് പറയുന്നതുവരെ P. ജയരാജനെ അറസ്റ്റ് ചെയ്യേണ്ടതില്ല എന്നൊരു നിലപാട് കോൺഗ്രസ് പാർട്ടിക്കുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത്. അതെങ്ങനെ കോൺഗ്രസിന് ഒരു തീരുമാനം എടുക്കാൻ പറ്റുക? ഒരാളെ അറസ്റ്റ് ചെയ്യണോ വേണ്ടയോ എന്ന് കോൺഗ്രസിന് ഒരു തീരുമാനമുണ്ട്. ജയരാജന് ഇപ്പോൾ അസുഖമാണ്. ഞാനൊരു കാര്യം പറയാം, നിലപാടല്ല അഭിപ്രായം പറയാം. ജയരാജൻ ഇപ്പോൾ അസുഖമായി AKG ആശുപത്രിയിൽ കഴിയുകയാണ്. അസുഖത്തിലുള്ള ഒരാളെ ഒരു കാരണവശാലും ഒരു ഏജൻസിയും അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ അഭിപ്രായം. കുറ്റക്കാരനാണ് എങ്കിൽ അന്വേഷണ ഏജൻസി നിയമപരമായ നടപടികളുമായി മുന്നോട്ട് പോകണം. പക്ഷേ അദ്ദേഹം അസുഖമായി കിടക്കുന്ന സമയത്ത് അസുഖമായ ഒരാളെ ഏത് നിയമത്തിന്റെ പേരിലായാലും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതിനോട് യോജിപ്പില്ലാത്ത ഒരാളാണ് ഞാൻ. റൈറ്റ്. എന്താണ് ശ്രീ VV രാജേഷ് BJP ഉദ്ദേശിക്കുന്നത്? നേരത്തെ താങ്കൾ സൂചിപ്പിച്ചു BJPയുടെ രാഷ്ട്രീയവുമായി CBI എടുക്കുന്ന തീരുമാനത്തിന് ബന്ധമില്ല എന്ന്. CBI എന്ന അന്വേഷണ ഏജൻസിക്ക് ഈ കാര്യത്തിൽ P. ജയരാജൻ പ്രതിയാണ് എന്ന് സ്ഥാപിക്കാൻ എന്തൊക്കെ തെളിവുകൾ അവർക്ക് ലഭിച്ചിട്ടുണ്ട് എന്നത് സംബന്ധിച്ച് നമുക്കറിയില്ല. അവർ ആദ്യം കൊടുത്ത കുറ്റപത്രത്തിൽ അങ്ങനെ യാതൊരു തെളിവുകളും പറയുന്നില്ല, മറിച്ച് ചില ഊഹങ്ങൾ, ചില ആലോചനകൾ പങ്കുവയ്ക്കുന്നുണ്ട്. അതിനപ്പുറത്ത് ഏതെങ്കിലും സാക്ഷിമൊഴികൾ P. ജയരാജനെ ബന്ധിപ്പിക്കുന്നില്ല, ഏതെങ്കിലും മറ്റു തരത്തിലുള്ള തെളിവുകൾ P. ജയരാജനെ ബന്ധിപ്പിക്കുന്നില്ല. അതുകൊണ്ട് P. ജയരാജൻ ഈ കേസിൽ എങ്ങനെ പ്രതിയാകും എന്നുള്ള കാര്യത്തിൽ നമുക്ക് ഈ ഘട്ടത്തിൽ അറിവില്ല. അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ നിയമപരമായ സാവകാശം P. ജയരാജന് ലഭിച്ചതിന് ശേഷം മാത്രമേ CBI അറസ്റ്റ് ചെയ്യാവൂ എന്നുള്ള നിലപാടായിരിക്കില്ലേ ഉചിതം? അഭിലാഷ്, P. ജയരാജൻ ഈ കൊലപാതകം നടന്നതിന് ശേഷം അതിൽ 1-ാം പ്രതിയായിട്ടുള്ള വിക്രമനുമായി ടെലഫോൺ ചെയ്ത ചില സാഹചര്യങ്ങൾ, ആ ടെലഫോൺ കോളിൽ പറഞ്ഞ കാര്യങ്ങൾ, ആ നിർദ്ദേശം അനുസരിച്ച് പ്രതികളെ ഒളിപ്പിച്ച കാര്യങ്ങൾ, ഇതൊക്കെയാണ് CBIക്ക് ലഭിച്ച തെളിവുകൾ എന്നാണ് പത്രവാർത്തകളിൽ നിന്ന് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. ഇവിടെ UAPA അല്ല, ഇതിൽ നമ്മൾ ഒരു നിമിഷം ശ്രീ VV രാജേഷ്, ഒന്ന് P. ജയരാജൻ വിക്രമനെ വിളിച്ചതായി ഒരു തെളിവില്ല, മറിച്ച് ജില്ലാ കമ്മിറ്റി ഓഫീസിൽ നിന്ന് അരപ്പയിൽ കൃഷ്ണൻ എന്നുള്ള ആളെ വിളിച്ചു എന്നുള്ളതാണ് പറയുന്നത്. അതിപ്പോൾ ജയരാജൻ തന്നെ ആകണം എന്ന് നമുക്ക് നിർബന്ധമില്ല. ശരിയാണ്, ഈ പ്രതിയെ വേറൊരു സ്ഥലത്ത്, പയ്യന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് കൊണ്ടുപോയി ചികിത്സിപ്പിക്കുന്നു, അതിന് പാർട്ടി സംവിധാനം ഇടപെടുന്നു എന്നൊക്കെയുള്ള കാര്യങ്ങൾക്ക്
തെളിവുകൾ ഉണ്ടായേക്കാം. പക്ഷെ പി ജയരാജൻ എന്ന വ്യക്തിയെ കൃത്യമായി ബന്ധപ്പെടുത്തുന്ന തെളിവില്ല നമ്മുടെ മുന്നിൽ ഈ നിമിഷം. ഇനി CBIയുടെ കയ്യിൽ ഉണ്ടോ എന്നറിയില്ല. അതുകൊണ്ട് പി ജയരാജനെ സംബന്ധിച്ച് നിയമപരമായ നടപടികൾക്കുള്ള സാവകാശം വേണ്ടേ? ഇവിടെ എവിഡൻസ് നമുക്കിപ്പോ ചർച്ച ചെയ്യാൻ സാധിക്കില്ല. കാരണം എന്റെയിലോ താങ്കളേലോ മാധ്യമ വാർത്തകളല്ലാതെ ഒരു ഡോക്യുമെന്റ്സും ഇല്ല. അത് കോടതി ചർച്ച ചെയ്തിട്ട് നമുക്കൊരു ജുഡീഷ്യൽ സ്ക്രൂട്ടണിക്ക് വിട്ടേക്കാം. ഇനി UAPA നിൽക്കുമോ ഇല്ലേ എന്നുള്ള കാര്യം അതും ഒരു മിടുക്കനായ അന്വേഷണ ഉദ്യോഗസ്ഥനും മിടുക്കന്മാരായിട്ടുള്ള ജഡ്ജിമാരുമാണല്ലോ, നമുക്ക് അവർക്ക് വിട്ടുകൊടുക്കാം. നമുക്ക് ഇതിലെ പൊളിറ്റിക്സ് ചർച്ച ചെയ്യാം. അഭിലാഷ് ഇപ്പോൾ എന്നോട് ചോദിച്ചു, ജയരാജന് UAPA നിയമം നിലനിൽക്കുമോ ഇല്ലയോ എന്ന് അറിയുന്ന സമയം വരെ ഒരു അവസരം കൊടുത്തുകൂടെ? സാധിക്കുകയില്ല. കാരണം ഒരു നോൺ ബെയിലബിൾ ഒഫൻസിൽ ഒരു വ്യക്തി പ്രതിയായി കഴിഞ്ഞാൽ ദ നെക്സ്റ്റ് മൊമെന്റിൽ തന്നെ ആ പ്രതിയെ അറസ്റ്റ് ചെയ്യാനായിട്ട് അന്വേഷണ ഏജൻസിക്ക് അധികാരമുണ്ട്. എപ്പോൾ അറസ്റ്റ് ചെയ്യണം എന്നുള്ളത് സാഹചര്യങ്ങൾ വെച്ച് അന്വേഷണ ഏജൻസിയാണ് സ്വീകരിക്കേണ്ടത്, ആ നിലപാട് സ്വീകരിക്കേണ്ടത്. അതിലെന്തായാലും BJP ഇടപെടില്ല, ഞങ്ങൾ ഇടപെടാൻ ഉദ്ദേശിക്കുന്നല്ലേ. എനിക്കിവിടെ CPM-നോട് ഷംസീറിനോട് ചോദിക്കാനുള്ളത്, അല്ല ഷംസീർ ഇവിടെ ഇടയ്ക്ക് പറഞ്ഞു ഇതൊരു പൊളിറ്റിക്കൽ മർഡർ മാത്രമാണെന്ന്. ഷംസീറെ അത്ര ചുരുക്കം കാണരുത്, ഒരു കൊലപാതകമായത്. അതുകൊണ്ട് ലാഘവ ബുദ്ധിയോടെ സംസാരിക്കരുത്. ഇവിടെ CPM എന്തിനാ ഭയക്കുന്നത്? ധീര വീര ജയരാജ, ധീരതയോടെ നയിച്ചോളൂ എന്നല്ലേ മുദ്രാവാക്യം വിളിക്കുന്നത്. എത്രയോ ആയിരക്കണക്കിന് പ്രതികളെ ജയിലിലേക്ക് പറഞ്ഞയച്ചിട്ടുള്ളത്, കാലപുരിക്ക് അയച്ചിട്ടുള്ളത്, ഇതൊക്കെ ചെയ്തിട്ടുള്ള ആളല്ലേ ശ്രീ ജയരാജൻ. അദ്ദേഹം ഇങ്ങനെ ഒരു കേസ് വരുമ്പോഴേക്കും ഇങ്ങനെ ഭയന്നാൽ മാർക്സിസ്റ്റ് പാർട്ടിയെ പോലുള്ളൊരു സംവിധാനം എങ്ങനെയാ നിലനിൽക്കുന്നത്? ഇവിടെ എനിക്ക് CPM-ന്റെ നേതാക്കന്മാരോട് പറയാനുള്ളത്, നിങ്ങളുടെ അണികൾ ഇപ്പൊ കൺഫ്യൂഷനില്ല. കാരണം പണം തട്ടിപ്പ് കേസിൽ പാർട്ടിയുടെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി പ്രതിയാകുന്നു. അതോടൊപ്പം തന്നെ കൊലപാതക കേസ്. ഇതൊക്കെ രാഷ്ട്രീയമായ ആരോപണങ്ങളാണ്. തുടരുക ശ്രീ വി രാജേഷ്. ശ്രീ AN ഷംസീർ, ഇവിടെ BJP ചൂണ്ടിക്കാണിക്കുന്നത് അറസ്റ്റ് ചെയ്യുക എന്നുള്ളത് അന്വേഷണ ഏജൻസിയുടെ അധികാരമാണ്. അത് എപ്പോൾ വേണം എന്നുള്ളത് അവരുടെ വിവേചനവുമാണ്. അതിൽ രാഷ്ട്രീയ പാർട്ടികളോ മറ്റുള്ളവരോ അഭിപ്രായം പറയേണ്ടതില്ല എന്നുള്ളതാണ്. അറസ്റ്റ് ഉണ്ടാകുമെന്ന് പേടിക്കുന്നുണ്ടോ CPIM വളരെ പെട്ടെന്ന് തന്നെ? ആയിരക്കണക്കിന് ആളുകളെ കൊന്നൊടുക്കിയ നരേന്ദ്രമോദി ഇന്ത്യൻ പ്രധാനമന്ത്രിയായിരിക്കുമ്പം അമിത്ഷാ അതിൻ്റെ ആ പാർട്ടിയുടെ ദേശീയ അധ്യക്ഷനായിരിക്കുന്ന പാർട്ടിയുടെ സംസ്ഥാന വക്താവാണ് വന്ന് ഇവിടെ ചാരിത്ര പ്രസംഗം നടത്തുന്നത്. ഇവിടെ ആളുകളെ കൊല്ലാൻ പരിശീലനം നടത്തുന്ന അസാസിനേഷൻ സ്ക്വാഡുകൾ ഉണ്ടാക്കുന്ന പാർട്ടിയാണ് രാജേഷിൻ്റെ പാർട്ടി. അവരിതിനെക്കുറിച്ച് പറഞ്ഞാൽ എനിക്ക് ഒരുപാട് കാര്യം പറയേണ്ടി വരും. ഞാൻ ഇത് മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇവിടെ UAPയെ കുറിച്ച് സൂചിപ്പിച്ചു. ഞാൻ പറയാം അഭിലാഷ്, ഇവിടെ ഇരട്ട നീതിയാണ്. ഞാൻ ഈ ചർച്ചയ്ക്കിരിക്കുന്ന നിങ്ങളുടെ റിപ്പോർട്ടർ ചാനലിൻ്റെ ഓഫീസിൽ നിന്നും 100 മീറ്റർ അപ്പുറത്താണ് AKG ഹോസ്പിറ്റൽ. അവിടെ ഒരു ICU മുറിക്കകത്തൊരു ചെറുപ്പക്കാരൻ കിടക്കുന്നുണ്ട്. പേര് സമേഷ്, 21 വയസ്സാണ്. കാല് ബോംബെറിഞ്ഞ് തകർത്ത് കാല് വെട്ടിമാറ്റിയിരിക്കുക ചെറുപ്പക്കാരൻ്റെത്. ആ ചെറുപ്പക്കാരന് സംസാരിക്കാൻ സാധിക്കുന്നില്ല. ഈ കേസിൽ സുരേന്ദ്രൻ്റെ പാർട്ടി UAPA എടുത്തില്ലല്ലോ. നിങ്ങളല്ലേ കേരളം ഭരിക്കുന്നത്. ബോംബെറിഞ്ഞാൽ UAPA എടുക്കുമെങ്കിൽ എന്തുകൊണ്ട് ഈ പറയുന്ന കേസിൽ എടുത്തില്ല? ഞങ്ങൾ UAPA എന്ന ഡ്രാക്കോണിയൻ നിയമത്തിനെതിരാണ്. ഞങ്ങൾ ആർക്കെതിരെയും UAPA എടുക്കാൻ പാടില്ല എന്ന പക്ഷക്കാരാണ്. അപ്പോൾ ചോദിക്കും, നിങ്ങൾ എന്തുകൊണ്ട് കൈവെട്ട് കേസ് വേറൊരു കേസാണ്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഞാൻ ഒരു കാര്യം ഉറപ്പിച്ചു പറയാം, ഇത് ഞങ്ങൾക്കൊരു ഭയവുമില്ല. ജയരാജൻ ധീരൻ തന്നെയാണ്. രാജേഷിനെ പോലെ എന്തെങ്കിലും പ്രശ്നം വരുമ്പം പേടിച്ച് പിന്മാറുന്നവരല്ല. കണ്ണൂരിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കന്മാർ, ഒരു സംശയവും വേണ്ട, നിരവധി പ്രതിസന്ധികൾ അതിജീവിച്ച് തന്നെ വന്നതാണ്. ഇപ്പൊ കേസിനെ ഭയന്നുകൊണ്ടല്ല അദ്ദേഹം ഹോസ്പിറ്റലിൽ കിടക്കുന്നത്. അദ്ദേഹത്തിന് ആരോഗ്യപരമായ കാരണങ്ങളുണ്ട്. അത് വേണമെങ്കിൽ രാജേഷിന്റെ ഏതെങ്കിലും BJP ഡോക്ടർ വന്ന് നോക്കിക്കോട്ടെ, എന്നിട്ട് നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് തരട്ടെ. ഞങ്ങൾ ഒരു തരത്തിലും കേസിനെയും മറ്റും ഭയപ്പെടുന്നവരല്ല. CPIM ഇതിനെല്ലാം നേരിടാനുള്ള ജനപിന്തുണ ഞങ്ങളുടെ പാർട്ടിക്കുണ്ട്. നിഷ്പക്ഷരായ ജനങ്ങൾ ഞങ്ങളുടെ കൂടെയുണ്ട്. ഇവിടെ സൂചിപ്പിക്കപ്പെടുന്ന കുറെ കാര്യങ്ങളുണ്ട്. ഈ രാജേഷിന്റെ ഇവിടെ ഈ കേസിനകത്ത് വളരെ ഡെലിബറേറ്റ് ആയി ഉൾപ്പെടുത്തിയതാണ്. എന്ത് തെളിവാണുള്ളത് പറയണ്ടേ? ഒരു തെളിവ് പോലും ഹാജരാക്കാൻ സാധിക്കാത്തവർ, 505-ാം ദിവസം വരെ തെളിവില്ല എന്ന് പറയുന്നവർക്ക് 2 ദിവസം കൊണ്ട് മായാജാലക്കാരനാണ്. ഇയാൾ മുതുകാടാണ് ഇവിടുത്തെ CBI ഉദ്യോഗസ്ഥന്മാർ, മാന്ത്രിക വിദ്യയിലൂടെ തെളിവുകൾ ശേഖരിക്കാൻ. അപ്പോൾ ഇത് പൊളിറ്റിക്കൽ ഡിസിഷനാണ്. ആ പൊളിറ്റിക്കൽ ഡിസിഷൻ എടുത്തത് രാജേഷിന്റെ പാർട്ടിയാണ്, RSS ആണ്. RSSന്റെ നിർദ്ദേശം മോഹൻ ഭാഗവത് രാജ്നാഥ് സിംഗിന് നിർദ്ദേശം കൊടുത്തു. അതിന്റെ ഭാഗമാണ് UAPA കുറിച്ചുള്ള നിങ്ങളുടെ പൊതുവായ നിലപാടല്ല ഞാൻ ചോദിക്കുന്നത്. പി ജയരാജൻ ഇപ്പോൾ കേസുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സാഹചര്യത്തിൽ ഇപ്പോഴുള്ള നിങ്ങളുടെ നിലപാടാണ്. ഇവിടെ പി ജയരാജനെതിരെ ചാർജ് ചെയ്തിരിക്കുന്നത് UAPA നിയമത്തിലെ വകുപ്പുകളാണ്. അതനുസരിച്ച് അദ്ദേഹത്തെ എപ്പോൾ വേണമെങ്കിലും CBIക്ക് അറസ്റ്റ് ചെയ്യാം. പക്ഷേ ഇക്കാര്യത്തിൽ പലതരത്തിലുള്ള ആക്ഷേപങ്ങൾ ഉള്ളതുകൊണ്ട് അറസ്റ്റ് പോലെയുള്ള നടപടികളിലേക്ക് ഈ UAPA ചുമത്തിയതിനെ സ്വാഭാവികമായും പി ജയരാജൻ കോടതിയിൽ ചോദ്യം ചെയ്യും.
അക്കാര്യത്തിൽ എന്താണ് എന്നുള്ളത് കോടതി പരിശോധിക്കും. അതുവരെ ഇക്കാര്യത്തിൽ ജയരാജന് സാവകാശം കൊടുക്കേണ്ടതുണ്ടോ? അതാണ് ലീഗും CPM തമ്മിലുള്ളൊരു വ്യത്യാസം ഈ ചർച്ചയിൽ തന്നെ പ്രകടമാണ്. ഇപ്പോൾ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി മുസ്ലിം ലീഗുമായി ആശയപരമായി അഭിപ്രായ വ്യത്യാസമുള്ള അല്ലെങ്കിൽ രണ്ട് വിരുദ്ധ ചേരിയിൽ നിലയുറപ്പിച്ച രാഷ്ട്രീയ പാർട്ടികളാണ്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കകത്തുള്ള ജയരാജൻ മുസ്ലിം ലീഗ് പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വികാരപരമായി തന്നെ വലിയ ശത്രുപട്ടികയിലുള്ള ഒരാളാണ്. കാരണം ഷുക്കൂർ വധക്കേസിൽ P. ജയരാജന് കൃത്യമായി പങ്കുണ്ടെന്ന് ഞങ്ങളൊക്കെ ഉറച്ചു വിശ്വസിക്കുന്നുണ്ട്, യാതൊരു സംശയമില്ല. അതിനൊരുപാട് തെളിവുകളുണ്ട്, അതവിടെ നിൽക്കട്ടെ. പക്ഷേ അങ്ങനെയുള്ള ഞങ്ങൾക്ക് അത്രയേറെ വിരോധമുള്ള P. ജയരാജനെതിരെ UAP എന്ന കരിനിയമം ചുമത്തിയപ്പോൾ അത് ചുമത്താൻ പാടില്ല എന്നാണ് ഇന്ന് മുസ്ലിം ലീഗിൻ്റെ നേതാക്കന്മാർ പോലും പത്രസമ്മേളനത്തിൽ പറഞ്ഞത്. പക്ഷേ ഈ ചർച്ചയിൽ പോലും ഷംസീർ പറയുന്നത് എന്താണ്? ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ലീഗിൻ്റെ MLA കുനിയിൽ കേസിൽ എങ്ങനെയെങ്കിലും പിടിച്ച് അകത്താക്കുന്നു. ഈ ഒരു രാഷ്ട്രീയ മനോഭാവമാണ് സത്യത്തിൽ ഇത്തരത്തിലുള്ള കേസുകൾ തന്നെ, ഇത്തരത്തിലുള്ള നിയമങ്ങൾ തന്നെ ഇവിടെ പാടില്ല എന്ന് പറയാനുള്ള കാരണം രാഷ്ട്രീയപരമായ അഭിപ്രായ വ്യത്യാസങ്ങളും അതുപോലെ തന്നെ രാഷ്ട്രീയ വിരോധവുമൊക്കെ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും തരത്തിലുള്ള വിരോധവുമൊക്കെ പകപോക്കലിന് വേണ്ടി നിയമങ്ങൾ ഉപയോഗിക്കുന്ന ഒരു നാടാണ് നമ്മുടെ നാടെന്ന് കൃത്യമായി ഷംസീറിൻ്റെ വാക്കുകളിൽ നിന്ന് പോലും നമുക്ക് വ്യക്തമാണ്. ഞാൻ പറഞ്ഞത് P. ജയരാജനല്ല, ഇനി സാക്ഷാൽ പിണറായി വിജയനാണെങ്കിലും ഇനി RSS ആണെങ്കിലും ഇത്തരത്തിൽ നിയമം തെറ്റായ രീതിയിൽ ചുമത്തി അവർക്കെതിരെ ഉപയോഗിക്കുന്നത് RSS ആണെങ്കിലും പോപ്പുലർ ഫ്രണ്ട് ആണെങ്കിലും NDF ആണെങ്കിലും ഇത്തരത്തിലുള്ള നിയമങ്ങൾ അവർക്കെതിരെ ചുമത്തി ഭരണഘടനയും CRPCയും ഒക്കെ നൽകുന്ന അവകാശങ്ങൾ നിഷേധിക്കുന്ന ഒരു നിലപാട് ഒരു കാരണവശാലും ഉണ്ടാകാൻ പാടില്ല. അത് ഏത് രാഷ്ട്രീയ പാർട്ടിയാണെങ്കിലും ഏത് സംഘടന, വളരെ വ്യക്തമാണ് മുസ്ലിം ലീഗിൻ്റെ ഇക്കാര്യത്തിലുള്ള നിലപാട്. ശരി, അതാണ്. ഒരു നിമിഷം ഷംസീർ, എനിക്ക് കോൺഗ്രസിൻ്റെ നിലപാട് അറിയേണ്ടതുണ്ട്. ശ്രീ K. സുരേന്ദ്രൻ, ഇവിടെ മോഹൻ ഭാഗവത് കൊച്ചിയിൽ വന്നതിന് ശേഷം രാഷ്ട്രീയ കൊലപാതകങ്ങൾ അവസാനിപ്പിക്കുന്ന കാര്യത്തിൽ CPIMുമായി ഒരു ചർച്ചയ്ക്ക് തയ്യാറാണ് എന്ന് പറയുകയും CPIM നേതാക്കൾ സമാനമായ വിധത്തിൽ അഭിപ്രായം പ്രകടിപ്പിക്കുകയും ചെയ്തപ്പോൾ കോൺഗ്രസ് അതിൽ രാഷ്ട്രീയം കാണാനാണ് ശ്രമിച്ചത്. ഇവർ തമ്മിൽ എന്തോ ഒരു കൂട്ടുകെട്ടുണ്ടാകുന്നു, കേസുകളിൽ പരസ്പര ധാരണ ഉണ്ടാകുന്നു എന്ന ആക്ഷേപമാണ് ഉയർന്നത്. അതുകൊണ്ട് തന്നെ ആ സമാധാന പ്രക്രിയ ഒരു ഇഞ്ച് പോലും മുന്നോട്ട് പോയിട്ടില്ല. കണ്ണൂരിൽ CPIMും RSSും തമ്മിൽ പ്രശ്നങ്ങളുണ്ട്. ആ പ്രശ്നങ്ങളെയൊക്കെ ആ നിലയ്ക്ക് തന്നെ പോകാൻ വിട്ടുകൊണ്ട് നമുക്കതിൽ നിന്ന് രാഷ്ട്രീയമായി എന്ത് മുതലെടുപ്പ് നടത്താം എന്നുള്ള സങ്കുചിതത്വം മാത്രമാണോ ഇക്കാര്യത്തിലെ കോൺഗ്രസിന്റെ നിലപാട്? തെറ്റായ ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് താങ്കൾ പറയുന്നത്. ഇത്തരം സ്റ്റേറ്റ്മെന്റുകൾ ഇതുപോലുള്ള ചർച്ചയിൽ താങ്കൾ ഉന്നയിക്കരുത്. മോഹൻ ഭഗവത് സിംഗ് പറഞ്ഞപ്പോൾ പിണറായി വിജയൻ അതിനെ പിന്തുണച്ചപ്പോൾ രണ്ടുപേരും ഒരു ചർച്ചയിലേക്ക് പോകണമെന്ന രീതി വന്നപ്പോൾ ഞങ്ങളുടെ ബഹുമാന്യനായ പ്രസിഡന്റ് KPCC പ്രസിഡന്റ് ശ്രീ VM സുധീരൻ കണ്ണൂരിൽ വെച്ച് അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. നല്ല കാര്യമാണെന്നാണ് പറഞ്ഞത് അദ്ദേഹം. മോഹൻ ഭഗവതും പിണറായി വിജയനും കണ്ണൂരിലെ കൊലപാതക രാഷ്ട്രീയം അവസാനിപ്പിക്കാൻ ചർച്ച നടക്കുന്നുവെങ്കിൽ നല്ല കാര്യമാണ്. അദ്ദേഹം ഒരു നിർദ്ദേശമാണ് മുന്നോട്ട് വെച്ചത്. അങ്ങനെ നിങ്ങൾ ചർച്ച നടത്തുന്നതിന് മുമ്പ് നിങ്ങൾ രണ്ടുപേരും സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആയുധങ്ങൾ, ബോംബുകൾ, അത് ദയവ് ചെയ്ത് നിങ്ങൾ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ പോയി സറണ്ടർ ചെയ്ത് നിങ്ങൾ ചർച്ച നടത്തി ഇതിന് പരിഹാരം ഉണ്ടാക്കണം. കാരണം നിങ്ങൾ രണ്ടുപേരാണ് ഇതിന്റെ അക്രമകാരികളെന്ന് നിങ്ങൾ രണ്ടുപേര് തന്നെ സമ്മതിക്കുന്നു. മോഹൻ ഭഗവത് പറയുന്നു, പറയേണ്ട താമസം പിണറായി വിജയൻ ഒപ്പിയെടുക്കുന്നു. രണ്ടുപേരും ചർച്ചയ്ക്ക് തയ്യാറാക്കുന്നു. നല്ല കാര്യമായി കണ്ട കോൺഗ്രസിനോട് നിങ്ങൾ അതിന്റെ അകത്ത് ദുട്ടലാക്കുണ്ടോ എന്ന ചോദ്യത്തിന് എന്ത് ഒരുപാട് പ്രസക്തിയുണ്ട്. ഞങ്ങളിപ്പോഴും പറയുന്നു. VM സുധീരന്റെ യാത്ര കാസർഗോഡ് നിന്ന് ആരംഭിച്ചപ്പോൾ നടത്തിയ 3 പ്രസംഗങ്ങൾ, ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയുടേത് ആദ്യം, പിന്നീട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടേത്, ഏറ്റവും ഒടുവിലായി KPCC പ്രസിഡന്റ് VM സുധീരന്റേത്, ഈ ഒരൊറ്റ വിഷയത്തിൽ മുഖ്യ ഊന്നൽ കൊടുത്തുകൊണ്ടായിരുന്നു. അന്തരീക്ഷത്തിലേക്ക് വിട്ടത് സംശയമായിരുന്നു. ഇവർ രണ്ടുപേരും യോജിക്കാൻ പോവുകയല്ലേ എന്നുള്ള സംശയമാണ് ആദ്യഘട്ടം മുതൽ ഉയർത്തിയത്. അതിൻ്റെ ആമുഖമായി ഇവർ രണ്ടുപേരും സമാധാനത്തിൽ എത്തുകയാണെങ്കിൽ സന്തോഷം എന്നൊരു സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഞാൻ ചോദിക്കുന്നത് ഈ വിഷയത്തിലടക്കം ഇപ്പോൾ P. ജയരാജനെ CBI അറസ്റ്റ് ചെയ്യുക, അതിനുശേഷം കണ്ണൂരിൽ CPIMും RSSും തമ്മിൽ കൂടുതൽ ശക്തമായ രീതിയിൽ എന്തെങ്കിലും സംഘർഷം ഉണ്ടാവുക, ഈ സാഹചര്യമൊക്കെ തടയേണ്ട ബാധ്യത കോൺഗ്രസ് പാർട്ടിക്കും ഈ സംസ്ഥാനം ഭരിക്കുന്ന ആഭ്യന്തര വകുപ്പിനുമൊക്കെ ഉണ്ട്. അത് കോൺഗ്രസ് പൂർണ്ണമായും ഉൾക്കൊള്ളുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കന്മാർ വളരെയേറെ ആത്മാർത്ഥമായി ഒരു സ്റ്റേറ്റ്മെന്റ് അവരുടെ പ്രസംഗത്തിലൂടെ പറഞ്ഞാൽ പോലും താങ്കളെ പോലുള്ള ആളുകൾക്ക് അത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. അതൊരു സാധാരണ രീതിയിലുള്ള വാക്കായി താങ്കൾ കണ്ടാൽ എങ്ങനെയാണ് നമുക്ക് മറുപടി പറയാൻ പറ്റുക?
കാസർഗോഡ് മാത്രമല്ല, അദ്ദേഹം കണ്ണൂർ ഉൾപ്പെടെയുള്ള പല വേദികളിൽ പങ്കെടുത്ത ഒരാളാണ് ഞാൻ. ആ പരിപാടികളിലെല്ലാം അദ്ദേഹം അവരുടെ നടപടിയെ സ്വാഗതം ചെയ്തുകൊണ്ടാണ് സംസാരിച്ചത്. അത് സ്വാഗതം ചെയ്താൽ ഒരു തമാശയായി കാണുന്ന താങ്കളോട് എന്ത് പ്രതികരിക്കാനാണ് ഞങ്ങളുള്ളത്? കോൺഗ്രസ് ഒരിക്കലും അക്രമത്തെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ലല്ലോ. മോഹൻ ഭഗവത് സിംഗ് ആകട്ടെ, അതല്ലെങ്കിൽ പിണറായി വിജയനാകട്ടെ, മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളാകട്ടെ, RSSന്റെ നേതാക്കളാകട്ടെ, അവർ ഒരുമിച്ചിരുന്ന് ഇനി ഞങ്ങൾ കൊലപാതകത്തിന് ഇല്ല എന്ന് പറയണം എന്ന് തന്നെയാണ് കോൺഗ്രസിന്റെ ആവശ്യം. അത് ഞങ്ങൾ ആവർത്തിക്കുന്നു വീണ്ടും. റൈറ്റ്, അതാണ് ആ കാര്യത്തിൽ താങ്കൾക്ക് അത് ആവർത്തിച്ച് പറഞ്ഞാലും ശരി അത് ഉൾക്കൊള്ളാൻ സാധിക്കില്ല. വീണ്ടും നിങ്ങൾ ഇതൊരു ഗൂഢാലോചനയാണ്, ഇപ്പോൾ തന്നെ പറയുന്ന വാക്കെന്താ, RSS കോൺഗ്രസും തമ്മിൽ ഗൂഢാലോചന നടത്തുന്നു. എന്ത് വിരോധാഭാസമാണ് ഈ വാക്കുകൾ? ശ്രീ VV രാജേഷ്, രണ്ടു കൂട്ടരും ആയുധങ്ങൾ താഴെ വെക്കാൻ ഒരുങ്ങുന്നുവെന്ന ഒരു പൊതുപ്രതീതി ഉണ്ടായിരുന്നു. ഇപ്പോൾ P ജയരാജൻ അറസ്റ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായാൽ കൂടുതൽ രൂക്ഷമായ പ്രതികരണങ്ങൾ ഈ രണ്ട് പക്ഷവും തമ്മിൽ വടക്കേ മലബാറിൽ ഉണ്ടായേക്കാം. അതൊട്ടും ആശാസ്യമല്ല. വരുന്നതൊരു നിയമസഭാ തെരഞ്ഞെടുപ്പ് കൂടിയാണ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്ത് സമാധാനം ഉണ്ടാക്കുക എന്നുള്ളത് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിന് തന്നെ ആവശ്യമാണ്. ഇക്കാര്യത്തിൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടിക്ക് ഒരു റോളുമില്ല എന്ന് ആരും കരുതുകയില്ലല്ലോ. രാഷ്ട്രീയമായി ഈ ഘട്ടത്തിൽ CBIയെയോ മറ്റേതെങ്കിലും സംവിധാനത്തെയോ ഉപയോഗിക്കുക എന്ന വിദൂരമായ ആലോചനയെങ്കിലും BJPക്കുണ്ട് എങ്കിൽ അത് അപകടകരമല്ലേ? BJPക്ക് അങ്ങനെ ഒരു ആലോചനയേ ഇല്ല എന്ന് ഞാനെന്റെ ചർച്ചയിൽ തന്നെ തുടക്കത്തിൽ തന്നെ പറഞ്ഞല്ലോ. ഞങ്ങളുടെ നിലപാട് ഒരു മാറ്റവും ഇല്ല. CBI അവരുടെ കേസുകൾ അന്വേഷിക്കട്ടെ, അത് കോടതിയിൽ ഫയൽ ചെയ്യട്ടെ, കോടതി തെളിവുണ്ടോ ഇല്ലയെന്ന് നോക്കട്ടെ, തെളിവില്ലെങ്കിൽ ജയരാജനല്ല ആരെയാണെങ്കിലും വിട്ടയക്കട്ടെ, തെളിവുണ്ടെങ്കിൽ ശിക്ഷിക്കട്ടെ. ഈ നിലപാടിൽ നിന്നും BJP ഭരിക്കുന്നിടത്തോളം കാലം ഒരു മാറ്റവും BJP വരുത്തുകയില്ല. ഇക്കാര്യങ്ങളൊന്നും കേരള സംസ്ഥാന BJP ഘടകം ഇടപെടുകയുമില്ല. ഇനി ജയരാജനെ അറസ്റ്റ് ചെയ്താൽ CPM താങ്കൾ പറഞ്ഞതുപോലെ പ്രതികരിക്കുകയും അക്രമങ്ങൾ നടത്തുകയും ചെയ്യുകയാണെങ്കിൽ കേരളത്തിൽ പോലീസാണ് നോക്കേണ്ടത്. ഞാൻ ഒരു കാര്യം ഉറപ്പു തരാം അഭിലാഷ്, BJPയുടെ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള പ്രകോപനവും കേരളത്തിൽ ഒരിടത്തും ഉണ്ടാവുകയില്ല. ഉണ്ടാകണമായിരുന്നുവെങ്കിൽ മനോജ് ഇതൊക്കെ ഏതെങ്കിലും തരത്തിൽ നിയന്ത്രണത്തിൽ നിൽക്കുന്നതാണോ രാജേഷ്? നമ്മൾ ഈ സമാധാന ചർച്ചയുടെയൊക്കെ കാര്യം പറഞ്ഞു, മോഹൻ ഭഗവത് ഇവിടെ വന്ന് അങ്ങനെ സംസാരിച്ചു പോയി 2 ദിവസത്തിനകമല്ലേ? നേരത്തെ ഷംസീർ പറഞ്ഞില്ലേ, ഇപ്പോഴും AKG ആശുപത്രിയിൽ കഴിയുന്ന സനേഷ് എന്ന ആളുടെ അവസ്ഥ. ചക്കരക്കല്ലിൽ വെട്ടുണ്ടായി, 2 പക്ഷത്തെയും ആളുകൾക്ക് പരിക്കേറ്റു, ഭാഗ്യം കൊണ്ട് മരിച്ചില്ല എന്നേ ഉള്ളൂ. അതുകൊണ്ട് ഇതൊന്നും അങ്ങനെ നിയന്ത്രണത്തിൽ നിൽക്കുന്ന ഞങ്ങളുടെ ഒരാളും ആയുധം എടുക്കില്ല ഇതൊന്നും പറയാൻ പറ്റില്ല ഒരു ചാനൽ ചർച്ചയിൽ. അഭിലാഷ്, സർസന്റെ കണ്ണൂരിൽ വന്നപ്പോഴേക്കും മാധ്യമപ്രവർത്തകർ ചോദിച്ചപ്പോൾ അദ്ദേഹം വളരെ പോസിറ്റീവായിട്ട് അദ്ദേഹം റെസ്പോണ്ട് ചെയ്തു. കണ്ണൂർ ശക്തി ആർക്കാ? കണ്ണൂരിൽ ഞങ്ങൾ ശക്തി CPMനല്ലേ? CPMന്റെ സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെ ഉള്ളവരല്ലേ അവിടുത്തെ പ്രധാനപ്പെട്ട നേതാക്കന്മാർ. അപ്പോൾ അവിടെ മാത്രം ആക്രമണം നടത്തുന്നുവെങ്കിൽ ആരാണ് അതിന്റെ കാരണക്കാരെന്ന് വിശകലനം. നമ്മുടെ ചർച്ച അത്ര വിശാലമായ തലത്തിലേക്കൊന്നും കൊണ്ടുപോകേണ്ട. നമുക്ക് ഈ വിഷയത്തിലേക്ക്, P ജയരാജന്റെ വിഷയത്തിലേക്ക് തിരികെ വരേണ്ടതുണ്ട്. ഷംസീർ, ഈ 3 ദിവസം കൊണ്ട് ഉണ്ടായ കേസല്ല. മാർച്ച് മാസം CBI കുറ്റപത്രം കൊടുത്തപ്പോൾ ആ കുറ്റപത്രത്തിൽ തന്നെ വ്യക്തമാക്കിയിരുന്ന ഒരു കാര്യം, ഇത് CPIMൽ നിന്ന് RSSലേക്ക് ആളുകൾ ചേക്കേറുന്നതിലുള്ള വൈരാഗ്യം മൂലം രാഷ്ട്രീയമായി തീരുമാനിച്ച ഒരു കൊലപാതകമാണ് എന്നുള്ളതാണ്. അതിൽ ഈ വിക്രമൻ എന്നുള്ള ആൾ ഒരു ഉപകരണം മാത്രമാണ്. ഇയാളും അൺനോൺ പേഴ്സൺസുമായി ഇക്കാര്യത്തിൽ ഗൂഢാലോചന നടന്നിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ CBI അന്ന് തന്നെ വ്യക്തമാക്കിയതാണ്. എന്ന് മാത്രമല്ല, P ജയരാജൻ്റെ അടുത്ത അനുയായിയാണ്. ഏതൊക്കെ തരത്തിലാണ് P ജയരാജനും ഈ വിക്രമനുമായി ബന്ധപ്പെടുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ CBI ആ കുറ്റപത്രത്തിൽ തന്നെ വിശദീകരിച്ചിരുന്നു. അതുകൊണ്ട് ഈ 3 ദിവസം കൊണ്ട് പുതുതായി എന്തോ സൃഷ്ടിച്ചു എന്ന് പറയുന്നതിനപ്പുറത്ത് വളരെ ഗൗരവമുള്ള, വളരെ ഗുരുതരമായ ഒരു സ്ഥിതിവിശേഷമാണ് P ജയരാജൻ നേരിടുന്നത് എന്നുള്ളത് CPIMന് സമ്മതിക്കേണ്ടി വരില്ലേ? അതിനു മുമ്പ് അഭിലാഷ് ഇവിടെ 3 പേർ ചേർന്ന് എനിക്കെതിരെ പറഞ്ഞ കാര്യങ്ങൾക്ക് മറുപടി പറയേണ്ടതുണ്ട്. ഒന്ന്, ഞങ്ങൾക്ക് ഡബിൾ സ്പീക്കോ ഡുവൽ ഫേസോ ഇല്ല. ഞങ്ങൾക്ക് ഒരൊറ്റ മുഖം മാത്രമേ ഉള്ളൂ, ഒരൊറ്റ വർത്തമാനം മാത്രമേ ഉള്ളൂ. ലീഗ് ഇപ്പോഴല്ല UAPയെ കുറിച്ച് വൈരം കൊടുക്കേണ്ടത്. UAPയെ കേസെടുത്തത് CBI അല്ല ഫിറോസ്. UAPയെ കേസെടുത്തത് രമേശ് ചെന്നിത്തലയാണ്. മുസ്ലിം ലീഗിന് സേയുള്ളൊരു സർക്കാരാണ് CPMനെതിരെ UAP എടുത്തത്. അന്നെന്തേ നിങ്ങൾ മിണ്ടാതിരുന്നത്? അന്ന് മുസ്ലിം ലീഗ് ഒന്ന് ശക്തമായി പറഞ്ഞിരുന്നെങ്കിൽ UAP എന്ന കേസ് എടുക്കാൻ പാടില്ല, UAP എടുക്കാൻ മാത്രമുള്ള ഗ്രാവിറ്റി ക്രൈമിനില്ല എന്ന് നിങ്ങൾ അന്ന് പറഞ്ഞോ? അന്ന് പറഞ്ഞില്ലല്ലോ. ഇപ്പൊ CPIMനെയും ജയരാജനും ലോക്ക് ചെയ്യപ്പെട്ടു എന്ന് വന്ന സാഹചര്യത്തെ പറ്റിയല്ലേ നിങ്ങളിപ്പോൾ പറയുന്നത്? നിങ്ങൾ ഡബിൾ സ്പീക്കാണ്. ഇതിനകത്തെല്ലാം നിങ്ങൾക്ക് ചില ഇടൻ അജണ്ടകളുണ്ട്. അതിപ്പോൾ ഞാൻ ഈ ചാനലിനകത്ത് പറയുന്നില്ല.
ഇപ്പോഴല്ല നിങ്ങൾ സംസാരിക്കേണ്ടത്. അന്ന് നിങ്ങൾ ലീഗിന്റെ നേതൃത്വം ഒന്ന് ഉറക്കെ പറഞ്ഞിരുന്നുവെങ്കിൽ ഇത് ശരിയല്ല രമേശ് ചെന്നിത്തലയോട്, പകരം 302 മാത്രം എടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇങ്ങനെ വഷളാകുമായിരുന്നു ഈ കാര്യം. ഇപ്പം നിങ്ങളിപ്പോൾ ചാനലിനകത്ത് വന്നിട്ട് ഞങ്ങൾ UAPക്കെതിരെ സംസാരിക്കുന്നു എന്ന് പറയുമ്പം അതിൻ്റെ പൊള്ളത്തരം ജനങ്ങൾക്ക് ബോധ്യപ്പെടും. ഇനി ഞാൻ പറഞ്ഞു PK ബഷീറിൻ്റെ കാര്യം, ഞാൻ പറഞ്ഞത് നിങ്ങൾ കാണിച്ച പ്രസിഡൻസ് ആണ്. നിങ്ങൾ കാണിച്ച പ്രസിഡൻസ് ഉണ്ട്. ഒരു പ്രസംഗത്തിൻ്റെ പേരിലല്ലേ 70 വയസ്സുള്ള MM മണി എന്ന് പറയുന്ന മനുഷ്യനെ കൊണ്ടുപോയി 35 കൊല്ലം മുമ്പുള്ള കേസിൽ കൊണ്ടുപോയി പെടുത്തിയത്. അപ്പം നിങ്ങളാണ് ഇത്തരം സംവിധാനങ്ങൾ ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത്. അത് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇവിടെ ചോദ്യങ്ങൾക്ക് ഒരുപാട് കാര്യം പറയാനുണ്ട്. RSS CPIM സ്വാധീനമുള്ളിടത്ത് RSSന്റെ മതന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള അക്രമങ്ങളെ ഞങ്ങൾ പ്രതിരോധിക്കുന്നു. ബാക്കി രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലും RSSന് വിധേയന്മാരായി മതന്യൂനപക്ഷങ്ങളും ദളിതരും കീഴടങ്ങി കൊടുക്കുകയല്ലേ. അതല്ലേ രോഹിത് വെമുലയിൽ നാം കണ്ടത്. അതല്ലേ ഹരിയാനയിലും ഒരു ഗോവിന്ദ് എന്ന ചെറുപ്പക്കാരനും 2.5 വയസ്സും 4-10 മാസവും പ്രായമുള്ള കുഞ്ഞുങ്ങളെ ചുട്ടുവന്നപ്പോഴും ജനം നിസ്സംഗതർ നോക്കുന്നത്. എന്തുകൊണ്ട് കേരളത്തിൽ നടക്കുന്നില്ല? അതിനെ ചെറുത്ത് തോൽപ്പിക്കാൻ CPM എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ട് എന്നുള്ളതാണ്. പിന്നെ കോൺഗ്രസ്, ഇവരെല്ലാം തമ്മിലൊരു അഡ്ജസ്റ്റ്മെൻ്റാണ്. അവരുദ്ദേശിക്കുന്നത് എല്ലാ കാലത്തും ഈ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി നേതാക്കന്മാരെ പിടിച്ചിട്ട് ജയിലടക്കമെന്ന് നിങ്ങളുടെ അജണ്ടയാണ്. ഇനി അരിൽ ഷുക്കൂറിൻ്റെ കാര്യം പറയാം. അരിൽ ഷുക്കൂറിൻ്റെ എങ്ങനെയാണ് അഭിലാഷ കേസെടുത്തത്? അരിൽ ഷുക്കൂറിൻ്റെ കേസെടുത്തത് അന്ന് നിങ്ങൾ മാധ്യമങ്ങൾ ഉൾപ്പെടെ പറഞ്ഞു പാർട്ടി കോടതി കുറ്റപത്രം സമർപ്പിച്ചല്ലോ. അതിനകത്ത് പാർട്ടി കോടതി ഉണ്ടോ? ഇല്ല. ഷുക്കൂർ കേസിനകത്ത് ജയരാജേട്ടനെ പ്രതികർക്കാൻ പറഞ്ഞ കാര്യം എന്താ? ആരോ ഒരാൾ ടെലിഫോണിൽ വിളിച്ച് കൊല്ലുമെന്ന് പറയുന്നത് ജയരാജൻ കേട്ടു. ജയരാജൻ അത് തടഞ്ഞില്ല. പിന്നീട് കുറ്റപത്രം വന്നു. കുറ്റപത്രം വന്നപ്പം അതിനകത്തൊരു സാക്ഷിയുണ്ട്. സാക്ഷിയുടെ പേര് സാബിർ, ലീഗുകാരൻ. ഞങ്ങൾ ഉടൻ തന്നെ കേസിൽ പോയി. ജയരാജനെ 118 എന്ന് പറയുന്ന കേസിൽ പെടുത്താമെങ്കിൽ ഇതേ ക്രൈമിനകത്ത് സാബിറിനെയും പ്രതിയാക്കണം. സാബിർ ഗൾഫിലേക്ക് പോയല്ലോ. ഇങ്ങനെയാണ് നിങ്ങളൊരു കേസ് ഫ്രെയിം ചെയ്യുമ്പം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഷൂട്ട് അറ്റ് സൈറ്റ് അല്ല. CPM ഒരു വലിയ ബഹുജന പാർട്ടിയാണ്. ഇതിനകത്ത് നിയമവിദഗ്ധന്മാരുണ്ട്. നിയമപരമായ പോരാട്ടം ഞങ്ങൾ നടത്തും. നിങ്ങളൊരു പ്ലേയിങ് ടു ദ ഗാലറിക്ക് വേണ്ടി നിങ്ങൾ കളിച്ചു. ജയരാജനെ പിടിച്ച് ജയിലിലിട്ടു. ജയരാജൻ ജയിലിൽ നിന്ന് പുറത്തു വന്നു. നിയമത്തിന്റെ നൂലാമലകൾ ഞങ്ങൾ നോക്കിയപ്പം സാബിറിനെ നാട് വിട്ടോടേണ്ടി വന്നു. കാരണം ജയരാജന് അതേ ഒഫൻസാണ് സാബിറും ചെയ്തത്. അറിഞ്ഞിട്ടും തടഞ്ഞില്ല എങ്കിൽ ജയരാജനെ പോലെ തന്നെ കുറ്റക്കാരനാണ് സാബിർ. അങ്ങനെയാണ് ജയരാജനെ അരിൽ ഷുക്കൂർ കേസ് പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഇങ്ങനെയാണ് ഓരോ ആളുകളും നിങ്ങൾ പ്രതികർക്കുന്നത്. ഇനിയിപ്പോൾ CBIയുടെ കുറ്റപത്രം വിശദമായി കിട്ടുമ്പോൾ നമുക്ക് തിരിയും അതിനകത്തുള്ള ലൂപ്പ് ഹോൾസ്, അതിനകത്തുള്ള എത്രമാത്രം പൊള്ളത്തരങ്ങൾ എഴുതി ചേർത്തിട്ടുള്ളതെന്ന്. അപ്പോൾ അതുകൊണ്ട് താൽക്കാലിക നട്ടത്തിന് വേണ്ടിയാണ് നിങ്ങളിപ്പോൾ ജയരാജനെ ഉൾപ്പെടെ പ്രതിചേർക്കാൻ ശ്രമിക്കുന്നത്. എത്ര കാലമായി ഒരു മനുഷ്യനെ വേട്ടയാടാൻ തുടങ്ങിയിട്ട്? 99 ആഗസ്റ്റ് മാസം 25-ന് വെട്ടിക്കൊല്ലാൻ ശ്രമിച്ചു. അസാമാന്യമായ ഇച്ഛാശക്തിയും കരുത്തും കൊണ്ട് അദ്ദേഹം മരണത്തെ തോൽപ്പിച്ച് ജീവിക്കുന്നു. 2005-ൽ അദ്ദേഹത്തെ പാർലമെന്റ് രംഗത്ത് ഇല്ലാതാക്കാൻ വേണ്ടി വ്യാജ കേസുണ്ടാക്കി. അതിനെയും അദ്ദേഹം അതിജീവിച്ചു. ഒരു സംശയവും വേണ്ട, ജയരാജന്റെ പേര് സൂചിപ്പിക്കുന്നത് ജയിക്കാനായി ജനിച്ചവനെന്ന. ഇതിനെയും അതിജീവിച്ച് ജയരാജൻ കണ്ണൂരിൽ CPM നേതൃത്വത്തിലുണ്ടാകും. കണ്ണൂരിലെ പൊതുജനാധിപത്യ പ്രസ്ഥാനത്തെ നയിക്കും. കാരണം CPMന്റെ കൂടെ ജനങ്ങളുണ്ടാവും. ഞങ്ങൾ എനിക്കറിയാനുള്ളത് ശ്രീ വി രാജേഷ്, P ജയരാജൻ എന്നുള്ളത് വലിയൊരു തലവേദനയാണോ BJPയെ സംബന്ധിച്ചായാലും മറ്റ് രാഷ്ട്രീയ സംവിധാനങ്ങളെ സംബന്ധിച്ചായാലും? ഇവിടെ P ജയരാജനെ അരിയിൽ ഷുക്കൂർ കേസിൽ പ്രതിയാക്കാൻ ശ്രമിച്ചത്, P ജയരാജനെ TP ചന്ദ്രശേഖരൻ കേസിൽ വൻ സ്രാവുകളുണ്ട് എന്നുള്ള തരത്തിൽ ആരോപണ വിധേയനാക്കാൻ ശ്രമിച്ചത്, അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ ശ്രമിച്ചത് നേരത്തെ ഷംസീർ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. ഇങ്ങനെ P ജയരാജൻ ടാർഗറ്റ് ചെയ്യപ്പെടേണ്ട ഒരാളാണ്. P ജയരാജൻ വലിയ അലോസരമുണ്ടാക്കുന്ന ആളാണ് എന്ന പ്രശ്നമുണ്ടോ? അങ്ങനെ ഉണ്ടെന്നാണ് CPIM പറയുന്നത്. അഭിലാഷ്, ദയവ് സമയം തരണം. ഞങ്ങളെ ചെറുതാക്കരുത്. ഇല്ല, ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക സാമ്പത്തിക ശക്തികളായിട്ടുള്ള അമേരിക്കയോടും ചൈനയോടും യുദ്ധം ചെയ്ത് മുന്നേറുന്ന രാജ്യമാണെന്ന് ഭാരതം. ആ ഭാരതത്തിന് നേതൃത്വം നൽകുന്ന, ഗവൺമെന്റിന് നേതൃത്വം നൽകുന്ന പാർട്ടിയാണ് ഞങ്ങളുടെ പാർട്ടി. ആ പാർട്ടിക്ക് ജയരാജൻ ഒരു ഭീഷണിയാണോ അല്ലെങ്കിൽ തലവേദനയാണോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ സമയം മെനക്കെടുത്ത അഭിലാഷേ. മറ്റൊന്ന്, 1940-കളിൽ രാഷ്ട്രീയ സ്വയംസേവക സംഘത്തിന്റെ പ്രവർത്തനം കണ്ണൂർ ജില്ലയിലും അല്ലെങ്കിൽ മലബാർ മേഖലയിൽ തുടങ്ങുമ്പോൾ ഈ പരിപ്പി മണ്ണിൽ വേഗില്ല എന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കാൻ നോക്കി. അന്ന് ഞങ്ങൾക്ക് ഇന്ത്യയിൽ ഒരു ഗവൺമെന്റും ഇല്ല, BJP എന്നുള്ള പാർട്ടി പോലുമില്ല. അവിടെ നിന്ന് പ്രവർത്തിച്ച് ഇവിടെ എത്തിയ ഞങ്ങൾക്ക് ജയരാജനെ പോലുള്ള CPIMന്റെ ഒരു ജില്ലാ സെക്രട്ടറി ഞങ്ങളുടെ ഒരു രാഷ്ട്രീയ എതിരാളിയല്ല. പക്ഷെ അദ്ദേഹം ഞങ്ങളുടെ കണ്ണൂർ ജില്ലയിലെ പ്രവർത്തനത്തെ തടസ്സപ്പെടുത്തുന്നുണ്ട്. ഞങ്ങളത് ജനാധിപത്യപരമായി നേരിടുന്നുണ്ട്. ഇവിടെ ഷംസീർ എന്ത് നാണം കെട്ട ഒരു മറുപടിയാണ് ചോദിച്ചത്, ഒരു സഹായം ആവശ്യപ്പെട്ടത്. UAPA കേസിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി മുസ്ലിം ലീഗിന്റെ സഹായം ചോദിച്ചു. എന്റെ ഷംസീറെ, താങ്കൾ ഒരു DIFയുടെ നേതാവല്ലേ? അല്ല, സഹായം ചോദിച്ചില്ലല്ലോ. ആ കാലഘട്ടത്തിൽ ലീഗ് അങ്ങനെ ഒരു ഇപ്പോൾ പറയുന്ന നിലപാട് ആ കാലഘട്ടത്തിൽ എടുത്തില്ലല്ലോ എന്ന് പറയുകയാണല്ലോ ഉണ്ടായത്. അല്ലാതെ ഇപ്പോൾ UAPA കേസിൽ ആരെങ്കിലും പ്രതിയായി കഴിഞ്ഞാൽ ഇനി ആരെങ്കിലും സഹായിച്ചാൽ തന്നെ രക്ഷപ്പെടാൻ സാധിക്കില്ലല്ലോ.
എന്റെ അഭിലാഷ്, ലീഗിനോട് UAPAയിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി യാചിക്കുന്ന ഒരു CPM നേതാവ് എന്ന് പറയുമ്പോൾ അവരുടെ അണികളുടെ തന്നെ മുറയിൽ തകർക്കുകയാ. മറ്റൊന്ന് ഷംസീർ നേരത്തെ പറഞ്ഞു, ഭരണം മാറാൻ പോവുക, ഞങ്ങൾ ഭരണത്തിൽ വന്ന UAPA ഞങ്ങൾ അഭിലാഷ് ഞാൻ പറയാം. ഇവിടെ രാജേഷ് സൂചിപ്പിച്ചു രാജ്യം മുന്നേറുകയാണ്. അതാണ് സൈനിക ആസ്ഥാനത്ത് തീവ്രവാദികൾ കയറിയിരിക്കുക. നാണമുണ്ടോ രാജേഷ് പറയാൻ? ഇന്നേവരെ ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ സൈനിക ആസ്ഥാനത്തേക്ക് തീവ്രവാദികൾ നുഴഞ്ഞു കയറിയിട്ടുണ്ടോ? ഇക്കാര്യത്തിലെ CPIMന്റെ ഭാഷ്യം പി ജയരാജൻ വേട്ടയാടപ്പെടുന്നുണ്ട് എന്ന തോന്നൽ ന്യായമുള്ളതാണോ? ഒരു സംശയം ഇവിടെ രാജേഷ് സൂചിപ്പിക്കാനുള്ളത്. അഭിലാഷ് ഒരു നിമിഷം തുടരൂ. അല്ല, ഇപ്പോ ഞാൻ പറയാം. ഇപ്പോൾ ഷംസീർ പറഞ്ഞ ആദ്യ ഭാഗം ഞാൻ കേട്ടില്ല, അത് ടെലിഫോണിൽ എന്തോ തകരാറുള്ളത് കൊണ്ട് വ്യക്തമായില്ല. അവസാനം അരിയിൽ ഷുക്കൂറിന്റെ കേസിൽ പി ജയരാജനെതിരെ പിന്നെ കള്ളക്കേസ് എടുത്തു എന്ന് ധ്വനിയുള്ള തരത്തിലാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു കാര്യം ഞാൻ അഭിലാഷ് ചോദിച്ചതിന് മറുപടി പറയാം. ഇപ്പൊ കണ്ണൂരിൽ ഷുക്കൂറിന്റെ കൊലപാതകം ഉണ്ടായി. എന്തിനാ ഷുക്കൂർ കൊല ചെയ്യപ്പെട്ടത്? പി ജയരാജൻ അതുപോലെ തന്നെ TV രാജേഷും ഒരു കാറിൽ സഞ്ചരിക്കുമ്പോൾ വഴിവക്കിൽ വെച്ച് മുസ്ലിം ലീഗ് പ്രവർത്തകർ തടഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ഷുക്കൂറിനെ കൊല ചെയ്തത്. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ എത്ര രാഷ്ട്രീയ നേതാക്കന്മാർ തെരുവിൽ തടയപ്പെട്ടിട്ടുണ്ട്? കോൺഗ്രസ് നേതാക്കന്മാർ, ഉമ്മൻചാണ്ടി ഉൾപ്പെടെയുള്ള എത്ര നേതാക്കന്മാർ, ഉമ്മൻചാണ്ടിയൊക്കെ എത്ര ദിവസങ്ങളാണ് തെരുവിൽ ഇവർ തടഞ്ഞത്? കുഞ്ഞാലിക്കുട്ടി സാഹിബിനെതിരെ നമുക്കൊക്കെ അറിയാം, അദ്ദേഹത്തിന്റെ മുഖത്തേക്ക് പിന്നെ കറുത്ത തുണി പോലും വലിച്ചെറിഞ്ഞ് അദ്ദേഹത്തെ അപമാനിക്കാൻ ശ്രമിച്ച സംഭവം നമുക്ക് ഓർമ്മയില്ലേ? കേരളത്തിലെ എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും നേതാക്കന്മാർ തെരുവിൽ തടയപ്പെട്ടിട്ടുണ്ട്. പക്ഷേ അവരൊക്കെ സ്വീകരിച്ച ഒരു സമീപനമായിരുന്നില്ല കണ്ണൂരിൽ ജയരാജന്റെ വാഹനം തടയപ്പെട്ടപ്പോൾ സംഭവിച്ചത്. ആ തടയപ്പെട്ട സംഭവം തന്നെ നമുക്കറിയാം. അദ്ദേഹത്തിന്റെ കാറ് ഒരു റോഡരികിലുള്ള ഒരാളെ തട്ടിയതുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവം. അതെന്തോ ആവട്ടെ, അതിന്റെ വിശദാംശങ്ങളിലേക്ക് നമ്മളിപ്പോൾ പോകണ്ട, നമ്മുടെ വിഷയം അതല്ല. എങ്കിൽ പോലും അത്തരമൊരു സംഭവം ഉണ്ടായപ്പോൾ ജയരാജൻ സ്വീകരിച്ച സമീപനം, തൻ്റെ കാറിൽ സ്വയം പ്രവർത്തകരെ കൊണ്ട് കല്ലെടുത്ത് പൊട്ടിച്ച്, നമ്മുടെ കോളേജ് ഇലക്ഷനിലൊക്കെ വിദ്യാർത്ഥി സംഘടനകൾ പരസ്പരം പഴിചാരുന്നത് പോലെ ഷർട്ടൊക്കെ വലിച്ചു കീറി മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് എന്നെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞ് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ചെയ്ത്, അതുമാത്രമല്ല അങ്ങനെ ഒരു വികാരഭരിതമായ കണ്ണൂർ പോലെ രാഷ്ട്രീയ സംഘർഷങ്ങൾക്ക് പേരുകേട്ട ഒരു പ്രദേശത്ത് ജില്ലാ സെക്രട്ടറി തന്നെ നേരിട്ട് എന്നെ കൊല്ലാൻ പോകുന്നേ, മുസ്ലിം ലീഗ് പ്രവർത്തകർ എന്നെ കൊല്ലാൻ പോകുന്നു എന്ന് മാധ്യമങ്ങളുടെ മുമ്പിൽ വിളിച്ചു പറഞ്ഞ് CPM പ്രവർത്തകരെ മുഴുവൻ വൈകാരികമായി ഇളക്കിവിട്ടു. മാത്രമല്ല, ഷുക്കൂർ കൊല്ലപ്പെട്ടതിന് ശേഷം ഈ ജയരാജന് പിറ്റേ ദിവസം ഒരു പത്രസമ്മേളനം വിളിച്ചു. കേരള രാഷ്ട്രീയത്തിൽ ആദ്യത്തെ സംഭവമാണ്. കൊല ചെയ്യപ്പെട്ട വ്യക്തി ഷുക്കൂറിന്റെ ഫോട്ടോ എന്ന തരത്തിലുള്ള ഒരു ഫോട്ടോ ഉയർത്തിക്കാണിച്ച് ജയരാജൻ പറഞ്ഞു, ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയാണ് കാറ് തടയുമ്പോൾ എന്നെ തടയുന്ന രംഗമാണ്, ഈ വ്യക്തിയാണ് ഷുക്കൂർ, ഇദ്ദേഹമാണ് കൊല ചെയ്യപ്പെട്ടത്. അപ്പോ എന്നെ തടഞ്ഞതിനാണ് കൊല ചെയ്തത് എന്ന് പാർട്ടി സെക്രട്ടറി ചർച്ച ഏറ്റവും അവസാന ഘട്ടത്തിലേക്ക്. ശ്രീ AN ഷംസീർ, ഇതിനേക്കാൾ ശക്തമായ സംഘർഷകാലത്ത് CPIMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടറിമാരായിരുന്നവർക്കാർക്കുമെതിരെ ഉണ്ടാകാത്ത ഗുരുതരമായ ആരോപണങ്ങളാണ് പി ജയരാജനെതിരെ ഉണ്ടായിട്ടുള്ളത്. MV ഗോവിന്ദൻ മാസ്റ്റർക്കോ കോടിയേരി ബാലകൃഷ്ണനോ EP ജയരാജനോ ഒന്നും നേരിടാൻ സാധിച്ചിരുന്നില്ല കൊലപാതക കേസുകളെങ്കിൽ ഇവിടെ ഷുക്കൂറിൻ്റെ വധം, TP കേസിലെ ആരോപണം, ഇപ്പോൾ ഈ കേസ്. നിങ്ങൾ പറയുന്നത് പോലെ പി ജയരാജൻ വേട്ടയാടപ്പെടുകയാണോ അതോ പി ജയരാജൻ അത്രമേൽ അസഹിഷ്ണുതയുള്ള നേതാവാണോ? ഞാനൊരു കാര്യം പറയാം അഭിലാഷ്, അതിനു മുമ്പ് എനിക്ക് ഷുക്കൂർ വിഷയം പറയേണ്ടതുണ്ട്. അരിയിൽ ഷുക്കൂറിൻ്റെ കൊലപാതകത്തെക്കുറിച്ച് ഫിറോസ് കുറേ കാര്യം പറഞ്ഞു. മരിച്ച ആളുകളെക്കുറിച്ച് പറയുന്ന ശീലമില്ലാത്തതുകൊണ്ട് ഞങ്ങളത് പറയുന്നില്ല. കാരണം ഞങ്ങൾ രാഷ്ട്രീയത്തിൽ മാന്യത പുലർത്തുന്നവരാണ്. ചാനലിനകത്ത് ജയിക്കാൻ വേണ്ടി വിളിച്ചു പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ഞങ്ങളെ കൊണ്ട് കുത്തി പറയിക്കാൻ ശ്രമിക്കണ്ട, അത് പറയിക്കുന്നത് ഗുണം ചെയ്യില്ല ഫിറോസ്. അതുകൊണ്ട് നമുക്ക് അവിടെ അവസാനിപ്പിക്കാം. അരിയിൽ ഷുക്കൂറിൻ്റെ കൊലപാതകം ഒരു പ്ലാൻഡോ ഡിസൈൻഡോ മർഡറാണോ? ഇറ്റ്സ് സോ ഹാപ്പൻഡ്, അങ്ങ് സംഭവിച്ചു. സംഭവിക്കാൻ പാടില്ലാത്ത സംഭവിച്ചു. നിങ്ങൾ പ്രചരിപ്പിക്കും വിധമുള്ള എന്തെങ്കിലും അതിനകത്തുണ്ടായോ? ആദ്യഘട്ടങ്ങളിൽ ഏതെങ്കിലും പത്രമോ മാധ്യമോ അതിനെക്കുറിച്ച് അങ്ങനെ എഴുതിയോ? എപ്പോഴാണ് ട്വിസ്റ്റ് ചെയ്യപ്പെടുന്നത്? പിറവം തെരഞ്ഞെടുപ്പിൻ്റെ നോട്ടിഫിക്കേഷന് ശേഷമാണ് അരിയിൽ ഷുക്കൂർ വധം ഒരു പാർട്ടി കോടതി നടത്തിയ കൊലപാതകമെന്ന രീതിയിലേക്ക് ട്വിസ്റ്റ് ചെയ്തത്. അന്ന് കോൺഗ്രസിൻ്റെ DCC പ്രസിഡന്റായിരുന്ന PK വിജയരാഘവൻ മാഷ് ഉൾപ്പെടെ പി ജയരാജന്റെ കാർ ആക്രമിച്ച സംഭവത്തിന് അപലപിച്ചത്, അല്ലാതെ കൊലപാതകം രണ്ടിനെ അപലപിക്കാൻ തയ്യാറായി എന്നുള്ളതാണ്. അപ്പോൾ കാണേണ്ടത് അതിൽ ജയരാജനെയും രാജേഷിനെയും നിങ്ങൾ പ്ലാൻ ചെയ്തത് പിടിച്ചതാ നിങ്ങളുടെ ഹിഡൻ അജണ്ട നടപ്പിലാക്കാൻ വേണ്ടി. ഇനി അടുത്ത ചോദ്യത്തിലേക്ക് വരാം.
ഇവിടെ ഞാൻ ചോദിച്ചോട്ടെ, എന്തിനാണ് ഒരു മനുഷ്യൻ ഇങ്ങനെ വേട്ടയാടുന്നത്? CPM-ന്റെ ജില്ലാ സെക്രട്ടറിമാർ എല്ലാ കാലത്തും വേട്ടയാടപ്പെട്ടിട്ടുണ്ട്. EP ജയരാജനെ വെടിവെച്ച് കൊല്ലാൻ പറഞ്ഞയച്ചു, വെടിവെച്ച് കൊല്ലാൻ ആളുകൾ പറഞ്ഞയച്ചു. EP ജയരാജനെ ബോംബെറിഞ്ഞു കൊല്ലാൻ ശ്രമിച്ചു. കോടിയേരി ബാലകൃഷ്ണനെയും പിണറായി വിജയനെയും ഗോവിന്ദൻ മാസ്റ്റർക്കും നേരെ എത്രയോ വധശ്രമങ്ങൾ ഉണ്ടായി. ശരി, അതാണ് അക്കാര്യത്തിൽ ന്യായം. വളരെ നന്ദി ശ്രീ എൻ ഷംസീർ, ശ്രീ പി കെ ഫിറോസ്, ശ്രീ വി രാജേഷ്, ശ്രീ കെ സുരേന്ദ്രൻ ചർച്ചയിൽ പങ്കെടുത്തതിന്. ഇനി ഇടവേളയ്ക്ക് ശേഷം എഡിറ്റേഴ്സ് അവർ കാണാം. നമസ്കാരം.